നമുക്ക് വളരെ വേഗത്തിൽ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം പ്രാർത്ഥനയോടെ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15 വാക്യം ഹല്ലേലൂയ നമുക്ക് വായിച്ചു കേൾക്കാം. എല്ലാവരും പുസ്തകം തുറന്നേ. ആമേൻ. എല്ലാ അലസതയും ഒന്ന് മാറ്റി വളരെ സന്തോഷത്തോടെ പുസ്തകം തുറന്നേ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15 വാക്യം പുസ്തകമുള്ളവർ തുറന്ന് അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ പ്രിയ സഹോദരി ശബ്ദമുയർത്തി വായിക്കും. ശ്രദ്ധയോടെ കേൾക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. കർത്താവ് സഹായിക്കട്ടെ. വളരെ ശ്രദ്ധിച്ച് ഈ വാക്യത്തിനകത്തു നിന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തിനകത്തുള്ള വാക്കും സംഭവങ്ങളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആമേൻ. സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമാകാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും 12 ശിഷ്യന്മാരെ താൻ ചേർത്ത് ഹല്ലേലൂയ ഒരുപാട് പ്രവർത്തികൾ ചെയ്തതും ആ ശിഷ്യന്മാരിൽ വേറിട്ട് നിന്ന പത്രോസ് എന്ന അപ്പോസ്തലൻ, പത്രോസ് എന്ന തൻ്റെ ശിഷ്യൻ ഹല്ലേലൂയ യേശു കർത്താവ് നമ്മുടെ ഹല്ലേലൂയ പാപത്തെ എല്ലാം ചുമന്നൊഴിച്ച് ആമേൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആമേൻ അനന്തരം പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇന്ന് രാത്രി ഇതിനകത്ത് പ്രസക്തമാണ്. എന്താ ചോദ്യം? നമ്മളുടെ ഹല്ലേലൂയ കാതുകളിൽ ഓരോരുത്തരും വ്യക്തിപരമായി ആ ചോദ്യത്തെ എടുക്കണം. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം. അത് വ്യക്തിപരമാണ് ആ ചോദ്യം. ആമേൻ. ഇതിലധികമായി നിങ്ങൾക്കുള്ള സകലത്തിലും അധികമായി സകലത്തിനും മേലായി നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ? സ്തോത്രം. യേശു കർത്താവിന് അത് അറിയാൻ ആഗ്രഹമുണ്ട്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളതാണ്. ആ ഒരു വൈകാരികമായ ആ ഒരു ചോദ്യത്തിനകത്തേക്ക് നിങ്ങൾ വരണം. യേശു ചോദിക്കുന്നത് ആമേൻ സ്തോത്രം, പത്രോസ്, ഇവരിൽ അധികമായി നിനക്കുള്ള സകലത്തിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ്. ഹല്ലേലൂയ. ആഴമായി നമ്മെ സ്നേഹിച്ച ദൈവമാണ് നമ്മുടെ കർത്താവ്. എന്നെ വളരെ ശ്രദ്ധിക്കണേ. തുടക്കം തൊട്ട് ശാന്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിവർത്തനം വന്നാൽ അത് സന്തോഷമാണ്. സ്തോത്രം. ആമേൻ. ബൈബിൾ പറയുന്നത് എന്നതാ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. മുഴു ലോകത്തെയും സ്നേഹിച്ചവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ സ്നേഹം എന്ന് ഹല്ലേലൂയ, ദൈവം സ്നേഹം തന്നെ എന്ന് വചനം പറയുകയും നമ്മയൊക്കെ ഹല്ലേലൂയ വ്യവസ്ഥയില്ലാതെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് തൻ്റെ മക്കളാക്കി തീർത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിന് നമ്മോട് ചോദിക്കാനുള്ള, നമ്മെ സ്നേഹിച്ച, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നു. സ്തോത്രം. അതാ ഹല്ലേലൂയ. അല്ലാതെ ഒരു മനുഷ്യനും ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയത്തില്ല. ദൈവം നമ്മെ സ്നേഹിച്ചു, ആഴമായി സ്നേഹിച്ചു. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചു. അപ്പോൾ ജീവൻ തന്ന കർത്താവ് സ്വന്തം പുത്രനെ നമുക്കായി വിട്ടു തന്ന പിതാവായ ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഹല്ലേലൂയ ആമേൻ ഏറ്റവും ഹല്ലേലൂയ മൂർധന്യത നമ്മൾ കാണുന്നത് കാൽവരി ക്രൂശിലാണ്. ആ കർത്താവ് ഇപ്പോൾ ചോദിക്കുന്നത്, നിന്നെ ഞാൻ സ്നേഹിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം. എല്ലാവരും കേട്ടോ, ഒരു വിധം അറിയാമെന്നുള്ള ഇത് മനസ്സിലാകുന്ന എല്ലാ കൊച്ചുമക്കളും ശോധന ചെയ്യണം. എല്ലാറ്റിലും അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം. സകലത്തിലും അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇതൊരു പ്രസംഗമായിട്ട് പത്രോസിനോട് ചോദിച്ച യേശുവിൻ്റെ ചോദ്യമായിട്ട് നിന്നാൽ നമുക്കൊരു ഗുണവുമില്ല. ഇന്ന് നമ്മോട് കർത്താവ് ചോദിക്കുമ്പോൾ നമുക്കൊരു ശോധനയിലേക്ക് പോകണം. ഞാൻ എത്രയാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ. അത് അനുഗ്രഹമായിരിക്കും. റോമലേഖനം 5 അധ്യായം 6 മുതൽ 9 വരെ വായിക്കുമ്പോൾ ഹല്ലേലൂയ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. പാപികളായിരുന്നപ്പോൾ തന്നെ മരിച്ചു. ഒന്ന് വായിച്ച് 5 അധ്യായം 6 മുതൽ 9 വരെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഹല്ലേലൂയ. ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. നമ്മൾ സാധാരണഗതിയിൽ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വികാരമൊന്നും വരത്തില്ല. കാരണം നമ്മൾ ഹല്ലേലൂയ അധിഷ്ഠിതമായി, നമ്മുടെ വിശ്വാസത്തിന് അധിഷ്ഠിതമായ നമ്മുടെ ആരംഭത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എവിടെയോ ഒതുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ലക്ഷ്യങ്ങൾ മാറുമ്പോൾ രക്ഷിച്ച രക്ഷകനെ കുറിച്ചുള്ള ചിന്ത നമ്മിൽ കുറയുന്നുണ്ട്. കർത്തൃമേശ സമയത്തൊക്കെ നമ്മൾ പറയുന്നു എങ്കിലും നമുക്ക് അനുദിന നിത്യമായി നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുവോ എന്ന് നമുക്ക് ഹല്ലേലൂയ പരിശോധിക്കപ്പെടാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ഹല്ലേലൂയ. നമ്മോടുള്ള സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തിയത് അങ്ങനെയാ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്തൊരു ത്യാഗമുണ്ട്. ആ സ്നേഹത്തിൻ്റെ അകത്ത്
ഒരു ത്യാഗം കാണാം. വളരെ ശ്രദ്ധിക്കണമേ. ആ സ്നേഹത്തിൻ്റെ അകത്ത് നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹത്തിനപ്പുറം ഒരു ത്യാഗം കാണാം. ജീവനെ തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ചു, ജീവനെ തന്നുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉലകത്തിൽ ഒരു നേതാക്കന്മാർക്കും ഉലകത്തിൽ ഒരു പ്രസ്ഥാനത്തിനും ഒരു സംഘടനയ്ക്കും വന്ന ഒരു അവതാരങ്ങൾക്കും അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. മനുഷ്യന് വേണ്ടി തങ്ങളുടെ ജീവനെ വെച്ചുകൊണ്ട് അവരുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവരുടെ ജീവൻ വെച്ചുകൊണ്ട് അവരെ സ്നേഹിച്ച കർത്താവിനെ നിങ്ങൾക്ക് കാണാം. ആ ഏകജാതനായ പുത്രനെ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് വിട്ടുകൊടുത്ത പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സ്നേഹം. ആ സ്നേഹമാണ് ആ സ്നേഹവാനായ കർത്താവാണ് ചോദിക്കുന്നത്, ഇവരിൽ അധികമായി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്നത്. അപ്പൊ ആ ചോദ്യത്തിന്റെ അകത്ത് നമ്മൾ ഒരു വൈകാരികമായി നമ്മൾ അതിനെ ചിന്തിക്കുകയും എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നത്, ആ സ്നേഹം എന്ന വികാരം നിങ്ങൾക്ക് ഇപ്പോഴും അറിയാമെങ്കിൽ ഹല്ലേലൂയ ആ തലത്തിൽ നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ നിങ്ങൾ വായിച്ചപ്പോൾ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ചിന്ത അതിൻ്റെ അകത്തൊരു വാക്യത്തിനകത്ത് നിങ്ങൾക്ക് കാണാം. അവിടെ ഹല്ലേലൂയ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കും. സ്തോത്രം. രണ്ട് കാര്യമാണ്. രണ്ടും നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ലല്ലോ. ശ്രദ്ധിച്ച് വായിച്ചാൽ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി മരിക്കുമായിരിക്കും. നമ്മൾ ചിന്തിക്കണം, നമ്മൾ നീതിമാനാണോ നമ്മൾ ഗുണവാനാണോ? നീതിമാന് വേണ്ടി മരിക്കണമെന്നല്ലേ നമ്മളുടെ ചിന്ത വരണ്ടേ? നമ്മൾ നീതിമാൻ എന്ന് പറയുമ്പോൾ ആൾ ഓക്കെയാ, നീതിമാൻ എന്ന് പറയുമ്പോൾ. അപ്പൊ നീതിമാനേക്കാളും ഗുണവാൻ ഹല്ലേലൂയ നല്ലതെന്ന് അവിടെ പറയുമ്പോൾ അവിടെ ഹല്ലേലൂയ എഴുതിയിരിക്കുന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ നീതിമാന്മാർ ഒരുപാട് പേരുണ്ട്. തത്വചിന്തയിൽ അധിഷ്ഠിതമായി സ്തോത്രം നീതിമാൻ എന്ന് അഭിനയിക്കുന്ന, നീതിമാൻ എന്ന് ചിന്തിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യത്തില്ല. ഒരാൾ മരിക്കാൻ കിടന്നാലും അവന്റെ തത്വം വിട്ട് അവൻ എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. മറ്റൊരാൾക്ക് ഗുണം ചെയ്യത്തില്ല. അവൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കാനോ മറ്റുള്ളവരെ സ്നേഹിക്കാനോ ഒന്നും കഴിയത്തില്ല. അവനൊരു തത്വചിന്ത കാണും, ആ ചിന്ത വിട്ടിട്ട് അവനൊന്നും ചെയ്യത്തില്ല. പക്ഷെ അവൻ കൃത്യമായിട്ട് നീതി ചെയ്യുന്നു എന്ന് പറയുന്ന പരീക്ഷ മനസ്സുള്ളവനായിരിക്കും. പരീക്ഷനെ കുറിച്ച് പരീക്ഷൻ പറയുന്നത് നമുക്കറിയാമല്ലോ. സ്തോത്ര. ഉപവസിക്കും, 10 കൊടുക്കും, എല്ലാം സ്വയനീതിയാ. സ്തോത്ര. അവന് ഹല്ലേലൂയ ഒരുത്തൻ മരിക്കാൻ കിടന്നാലും അവന്റെ മനസ്സ് അലിയത്തില്ല, അവനൊന്നും ചെയ്യത്തില്ല. സ്തോത്ര. അവന് വേണ്ടി ആരും ഒട്ട് മരിക്കത്തുമില്ല. സ്തോത്ര. നമ്മുടെ ഇടയിലും അങ്ങനെയുണ്ട്. 2 പേര് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ നീതിമാന്മാർ, ഇപ്പോഴില്ല. സ്തോത്ര. കൃത്യമായിട്ട് പറയും. സ്തോത്ര. 10 പൈസയുടെ ഗുണം മറ്റൊരാൾക്ക് ഉണ്ടാകത്തില്ല. എന്നാൽ അവരെ നീതിയെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വചനം വായിച്ച് അവരെന്ത് ചെയ്യും, നീതിയെ വെളിപ്പെടുത്തും. പക്ഷേ സ്തോത്ര, ആർക്കും ഗുണം ഉണ്ടാകും, ആർക്കും ഒന്നും തോന്നത്തുമില്ല. പക്ഷേ ഹല്ലേലൂയ ആ നീതിമാന്മാരെക്കാൾ ഹല്ലേലൂയ ഗുണവാന്മാരെന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. സ്തോത്ര. അവർക്ക് വേണ്ടി ജീവിക്കത്തില്ല. സ്തോത്ര. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഹൃദയം പടയും. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുത്തൻ ഹല്ലേലൂയ മരിക്കാൻ കിടന്നാൽ അവന്റെ സകല കാര്യങ്ങളും മാറ്റിവെച്ച് അവൻ ചെയ്യും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നു എന്ന എൻ്റെ ചിന്ത. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ ഹല്ലേലൂയ വലിയ നീതിമാന്മാരെന്ന് നടിക്കുന്നതിനേക്കാൾ ഗുണവാന്മാരാകണം. നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകണം. നമ്മെ തന്നെ നീതീകരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറരുത്. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഹല്ലേലൂയ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാനും മറ്റുള്ളവരുടെ ഹല്ലേലൂയ ഹൃദയത്തിലെ വേദന കണ്ട് അവരോട് കരുണ കാണിക്കാനും നല്ല മനസ്സുള്ളവരായി നമ്മൾ മാറിയാൽ സ്തോത്രം, നമുക്കത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ തകരാനും മരിക്കാനും ഒക്കെ തയ്യാറാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് അത് എടുത്തു പറയുന്നു എന്ന് കേട്ടാൽ എനിക്കിപ്പോൾ ഒത്തിരി പേരെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നീതി സ്തോത്ര അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെ ഹല്ലേലൂയ ചോദിക്കുന്നവരുണ്ടോ, എന്നാൽ ഒന്നും ചെയ്യത്തുമില്ല. അത് ഒരിക്കലും നല്ല ചിന്തയല്ല. നമ്മൾ ഹല്ലേലൂയ ഗുണവാന്മാരാകണം. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവർ, മറ്റുള്ളവരുടെ സങ്കടത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നവർ, മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ ആവോളം അധ്വാനിക്കാൻ പറ്റുന്ന നല്ല ഹൃദയത്തിന് ഉടമകളാകണം. സ്തോത്രം. അത് ആഗ്രഹിക്കുന്നവർ മാത്രം കർത്താവിനെ ഒന്ന് സ്തുതിച്ചോട്ടെ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചോ? കർത്താവ് പാപികൾക്ക് വേണ്ടി മരിച്ചു. പാപികൾക്കും വേണ്ടി കർത്താവ് മരിച്ചു. നീതിമാന്മാരെ രക്ഷിപ്പാനല്ല കർത്താവ് വന്നത്, പാപികളെ രക്ഷിപ്പാനാണ്. നമ്മൾ യോഗ്യത പറഞ്ഞിരുന്നാൽ കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല, കൃപ നമ്മിൽ പെരുകത്തില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സന്നിധിയിൽ വന്ന നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, സ്തോത്രം. കർത്താവ് പറഞ്ഞല്ലോ, ദീനക്കാരൻ കല്ലാതെ വൈദ്യനെ കൊണ്ട്
ആവശ്യമില്ല. സ്തോത്രം. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരും. ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മെ സൗഖ്യമാക്കും. ദൈവത്തിന്റെ വിടുതലുകൾ ആവോളം അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരും. ഹല്ലേലൂയ. യേശു കർത്താവ് ആമേൻ ഹല്ലേലൂയ ക്രൂശിൽ പിടഞ്ഞ് മരിച്ചത് ആമേൻ സ്തോത്രം നമുക്കറിയാം. പത്രോസിന് അതറിയാം. സ്തോത്രം. പത്രോസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ മുമ്പിലേക്ക് പോകാം. ആമേൻ സ്തോത്രം. തന്റെ അവസാനത്തുള്ളി രക്തം വരെയും കൊടുത്ത് മരിച്ച് ഹല്ലേലൂയ അടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത ആ കർത്താവാണ് ചോദിക്കുന്നത്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കിട്ടിയ രക്ഷയുടെ മഹത്വം അറിയാവുന്നവരെങ്കിലും യേശു ക്രിസ്തു നിമിത്തം കിട്ടിയ നിത്യജീവനും നിത്യരക്ഷയെക്കുറിച്ച് ആഴമായി അകത്ത് ചിന്ത ഉള്ളവരെങ്കിലും ഇന്ന് പകൽക്കാലം ശോധന ചെയ്യണം. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചതിനൊത്തവണ്ണം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? യേശു എന്നെ സ്നേഹിച്ചതിനൊത്തവണ്ണം എനിക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നു? നിങ്ങളുടെ നീതിക്ക് അനുസരിച്ചല്ല, നിങ്ങളുടെ തത്വജ്ഞാനത്തിനനുസരിച്ചല്ല, നിങ്ങൾ പറയുന്ന വ്യവസ്ഥയ്ക്ക് അനുസരിച്ചല്ല. യേശു കർത്താവ് നിന്നെ സ്നേഹിച്ചതിനൊത്തവണ്ണം തിരികെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു ഹല്ലേലൂയ അവസ്ഥ നമ്മുടെ അകത്ത് വന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം മാറി മറിയും, നമ്മുടെ സഭ മാറി മറിയും, നമ്മുടെ ദേശം കർത്താവിനാൽ വിടുവിക്കപ്പെടാൻ ഇടയായി തീരും. ആമേൻ ഹല്ലേലൂയ. സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം. കർത്താവിനെ സ്നേഹിക്കും. ഞാൻ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ മാറി മറിയും. സ്തോത്രം. പത്രോസ് ഈ ചോദ്യം അഭിമുഖീകരിക്കുമ്പോൾ അവന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് പകൽ ഈ ചോദ്യം അഭിമുഖീകരിക്കുമ്പോൾ നമ്മിലേക്ക് നമ്മൾ ഇറങ്ങണം, എങ്കിലേ രക്ഷയുള്ളൂ. പത്രോസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേഗത്തിൽ പറയാം. സ്തോത്രം. ആ പത്രോസ് ഹല്ലേലൂയ യേശു കർത്താവ് പേര് മാറ്റി ഏക ശിഷ്യനാരാ? പത്രോസിന്റെ പേര് മാറ്റി തന്റെ സഹോദരൻ അന്ത്രയോസ് ആമേൻ പത്രോസിനെ വിളിച്ചുകൊണ്ട് ആമേൻ മശിഹായെ കണ്ടെത്തി ആമേൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആമേൻ യേശുവിനെ കാണിക്കുമ്പോൾ കണ്ട ഉടൻ യേശു പറയുന്നത്, ബെറിയോന ശീമോനെ ആമേൻ സ്തോത്രം, നീ കേഫ ആകുമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് അവന്റെ പേര് മാറ്റുന്നുണ്ട്. നിങ്ങൾ പുസ്തകം വായിക്കുന്നവർക്ക് അറിയാം. സ്തോത്രം. അവിടെയും ഹല്ലേലൂയ നിങ്ങൾക്ക് അറിയാവുന്ന ചിന്തയാ. ഞാൻ പറയട്ടെ, ഈ ഹല്ലേലൂയ ശീമോൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ ആ പേരിന്റെ അർത്ഥം ഞാങ്ങണ എന്ന. സ്തോത്രം. ഞാങ്ങണ മനസ്സിലാകണമെങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ മോശ കുഞ്ഞിനെ കൊണ്ട് തന്റെ അമ്മ ആമേൻ പെട്ടകത്തിലാക്കി വെച്ച് ഞാങ്ങണയുടെ ഇടയിൽ വെച്ചെന്ന ആമേൻ വെള്ളത്തിൽ വളരുന്ന ഒരു സത്യം. ആമേൻ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ആടും. ഒട്ടും ഉറപ്പില്ലാത്ത കാറ്റിനനുസരിച്ച് കാറ്റ് വലത്തോട്ടടിച്ചാൽ വലത്തോട്ട് ചരിയും, ഇടത്തോട്ടടിച്ചാൽ ഇടത്തോട്ട് ചരിയും. അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനാണ് ആര്? പത്രോസ്. കണ്ടപ്പോൾ തന്നെ അവനെ കുറിച്ചുള്ള വെളിപ്പാട് കർത്താവ് പറഞ്ഞു. സ്തോത്രം. എന്നാൽ നീ ഹല്ലേലൂയ ഞാങ്ങണയായി തുടരത്തില്ല, നീ കേഫായാകും എന്ന് പറഞ്ഞാൽ പാറയിൽ നിന്ന് അടർത്തിയെടുത്ത പാറ കഷണമാക്കി ദൈവം മാറ്റി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതൊരു വാഗ്ദത്തമാണ്. അത് ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന് തൻ്റെ മേലുള്ള ഒരു നിയോഗമാണ്. സ്തോത്രം. ആ പേര് മാറ്റി. ആമേൻ. അവിടെ ഞാൻ ഇന്ന് പകൽക്കാലം ഈ ചർച്ചിനകത്ത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമുക്ക് ഒരു ബലവുമില്ലാതെ ഒട്ടും ഹല്ലേലൂയ കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല എന്ന് നമ്മൾ ദൈവസനയിൽ ആമേൻ പറഞ്ഞിരുന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എൻ്റെ മെസ്സേജിന്റെ അകത്ത് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഹൃദയം തുറന്ന് നിങ്ങൾക്ക് കർത്താവിനെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിന്നെ എന്തുമാക്കാൻ എൻ്റെ കർത്താവിന് പറ്റും. സ്തോത്രം. നീ ഇന്ന് തകർന്നു പോകും, ഒരു കാറ്റടിച്ചാൽ അല്ലെങ്കിൽ ഒരു കൊച്ചു പ്രശ്നത്തിൽ ഉടഞ്ഞു പോകുന്ന ഒന്നിനും കൊള്ളാത്ത ഞാങ്ങണയാണെങ്കിലും സ്തോത്രം നിന്നെ പാറ പോലെ ഉറപ്പിച്ച് നിർത്താൻ പറ്റും. ഞാൻ മുമ്പൊരു മെസ്സേജ് പറഞ്ഞു, സഭയുടെ തൂണാക്കി പത്രോസിനെ കർത്താവ് മാറ്റിയത്. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ ഇന്നിന്റെ അവസ്ഥയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നീ ദൈവത്തെ സ്നേഹിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്നാൽ ഉറപ്പാണ് യേശുവിന്റെ അടുക്കൽ യഥാർത്ഥമായി വന്ന ഒരുത്തനും വന്നതുപോലെ അവന്റെ ജീവിതം മുമ്പോട്ട് പോയിട്ടില്ല, അവന്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പണിതെടുത്ത് മറ്റാർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത നിലയിൽ മാറ്റാൻ പറ്റുന്നവനാണ് കർത്താവ്. ഒരു ഞാങ്ങണയെ പാറയാക്കും എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും ആമേൻ ചേർന്നതല്ല. ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റമാണ്. ആത്മീക ഭൗതിക മണ്ഡലങ്ങൾ അങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവം അവന് ഹല്ലേലൂയ ഒരു വാഗ്ദത്തത്തെ കൊടുത്തു. ഒരു ഉറപ്പുമില്ലാത്ത നിന്നെ ഞാൻ എന്ത് ചെയ്യും? ഉറപ്പിക്കും. സ്തോത്രം. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചവനാണ്. സ്തോത്രം. പിന്നെ അവനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവൻ ആക്കും. വല വീശി മീൻ പിടിക്കുന്ന മനുഷ്യൻ എന്താക്കും? എന്നെ ഒന്ന് നിങ്ങൾ സന്തോഷമാണോ? ആമേൻ. അറിയാന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യനെ പിടിക്കുന്നവൻ ആക്കും. നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകുമെന്നല്ല, ദൈവം നിന്നെ ആക്കും. സ്തോത്രം. മീന് പിടിച്ചോണ്ടിരിക്കുക. ആമേൻ. ഒരു മനുഷ്യനും പറയാത്ത ദൂത. നമ്മളാണെങ്കിൽ എന്നാ ചെയ്യും? പ്രാർത്ഥിച്ചേച്ച് നമ്മൾ എന്നാ ദൂത് പറയും? ഇന്നത്തെ ഹല്ലേലൂയ ദൈവദാസന്മാർ എന്നാ ദൂത് പറയും? അടുത്ത ആണ്ട് ഈ സമയമാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് നിനക്കങ്ങ് വച്ചടി കയറ്റമാണ്, നീ പ്രതീക്ഷിക്കാത്ത ടൈപ്പിലെ മീനുകൾ വന്ന് കയറാൻ സാധ്യതയുണ്ട്, പടക് നിറയാൻ സാധ്യതയുണ്ട്, അതിന് നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട്.
ഇങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ. സ്തോത്രം. ഒരിക്കലും ഇത് വരത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കുന്നവൻ മനുഷ്യനെ പിടിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങണം. വിശദീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം നമുക്കറിയാം സമൂഹത്തിൽ ഒതുക്കപ്പെടുന്ന ഗ്രൂപ്പുകളുണ്ട്. സ്തോത്രം. ആരും ഹാലലിയ തിരിഞ്ഞു നോക്കാത്ത, ഇന്നൊരു ശുശ്രൂഷയിൽ നിൽക്കുമ്പോഴും ഞാനത് അനുഭവിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ വേണം. സ്തോത്രം. യഥാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എത്തണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, ക്വാളിറ്റി വേണം. മനുഷ്യൻ തിരഞ്ഞെടുക്കുമ്പോൾ, മനുഷ്യൻ നമ്മെ അംഗീകരിക്കണമെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസ് വേണം. അവരുടെ പുറകെയാണ് ജനം, അവരുടെ കൂടെ ആൾക്കാർ നിൽക്കുന്നത്. പക്ഷേ യേശു കർത്താവിൻ്റെ മാത്രം പ്രത്യേകതയാണ്, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സങ്കല്പിക്കാത്തവനെ നേരെ തിരിക്കാൻ പറ്റും. സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നാളെ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്ക്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, നമുക്കൊന്നും ആകാൻ പറ്റത്തില്ല. ദൈവകരത്തിൽ കൊടുത്താൽ അവൻ ചിലതാക്കും. ഹല്ലേലൂയ. ആകാൻ ശ്രമിക്കുന്നവർ മതിയാക്കണം. ആകാൻ ശ്രമിക്കുന്നവർ അത് മതിയാക്കണം. എന്തോ ആകാൻ സ്വയത്തിൽ പരിശ്രമിക്കുന്നവരൊക്കെ അത് നിർത്തിയിട്ട് നിന്നെ ചിലതാക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചാൽ ദൈവം നിന്നെ ചിലതാക്കും. ഹല്ലേലൂയ. ഇന്നായിരിക്കുന്ന അവസ്ഥ കാണത്തേയില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രവചന ശബ്ദമായി എടുക്കാം. നീ ഇന്നായിരിക്കുന്ന അവസ്ഥ, നിന്റെ കുടുംബമായിരിക്കുന്ന അവസ്ഥയെ മാറ്റി നിന്നെ പണിയാൻ പറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. നീ യേശുവിന്റെ അടുക്കിലേക്ക് വരണം. സ്തോത്രം. നിങ്ങൾ ഇപ്പൊ ഈ ദൂത് കേട്ടിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ ഇതിന്റെ അവസാനം എത്തുമ്പോൾ നിങ്ങൾ മാറും. ആകമാനം ഇന്ന് പകൽ മാറും. സ്തോത്രം. അതുകൊണ്ട് സന്തോഷിക്കണമെങ്കിൽ ഇപ്പൊ സന്തോഷിച്ചോ. സ്തോത്രം. കർത്താവിനെ എന്ത് ചെയ്യണം? ആഴമായി സ്നേഹിക്കണം. യേശു കർത്താവ് ചോദിക്കുക, ബിലിൽ പാസ്റ്റർ അല്ല ചോദിക്കുന്നത്. യേശു കർത്താവ് ചോദിക്കുക, ഇതിലെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? അതിനായി നമ്മൾ ഇറങ്ങുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാ വലുതെന്ന് പറയുന്നത്. പോട്ടെ. ആമേൻ. സ്തോത്രം. പത്രോസിനെ ഹല്ലേലൂയ മനുഷ്യനെ പിടിക്കുന്നവനാക്കാന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നെ എന്താ പത്രോസിന്റെ പ്രത്യേകത? 11 ശിഷ്യന്മാർക്കില്ലാത്ത വെളിപ്പാടുണ്ടായവനാണ് പത്രോസ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണേ. നമുക്കറിയാന്നുള്ള കാര്യം. സ്തോത്രം. 11 ശിഷ്യന്മാർക്ക് ഉണ്ടാകാത്ത വെളിപ്പാടുണ്ടായി. ആമേൻ. 11 ശിഷ്യന്മാരുടെ കരത്തിൽ കൊടുക്കാത്ത താക്കോൽ ആർക്ക് കൊടുത്തു? ദൈവം, യേശു കർത്താവ് പത്രോസിന് കൊടുത്തു. ആമേൻ. മനുഷ്യരൻ ആരെന്ന് പറയുന്നു? പലർക്കും പലതും പറയാനുണ്ട്. ആർക്കും കൃത്യമായൊരു നിശ്ചയമില്ല. പക്ഷെ ഇവൻ തൻ്റെ ഇടത്തോടെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. സ്തോത്രം. അതൊരു വെളിപ്പാടായിരുന്നു. യേശു പറഞ്ഞു, അത് ജഡരക്തങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു വെളിപ്പാടല്ല. ഞാൻ നിങ്ങളോട് തുറന്ന മനസ്സോടെ പറയാം, ഏതെങ്കിലും വചനം നമ്മുടെ അകത്ത് ആഴത്തിൽ ആത്മാവിൽ ഗ്രഹിക്കാൻ പറ്റുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. അപ്പോൾ തന്നെ പറയുന്നു, ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സടഞ്ഞ് വികലമായിരിക്കുന്നെങ്കിൽ, സ്വയം നീതിയിലൊക്കെ നമ്മൾ നിൽക്കുന്നവരെങ്കിൽ തിരിച്ചറിഞ്ഞോളണം. ആമേൻ. സ്തോത്രം. അത് ഹല്ലേലൂയ തിന്മയാണ്. നമുക്ക് വെളിപ്പാടുകൾ വേണം. നമ്മൾ ആമേൻ മറ്റാരും പറയാത്ത വെളിപ്പാടുകൾ പറയാൻ ആമേൻ സ്തോത്രം നമുക്ക് പറ്റും. അതുകൊണ്ട് വചനം പറയുന്നത് ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം ഗ്രഹിക്കാൻ പറ്റത്തില്ല. നമ്മളെ പ്രാകൃതരാക്കുക എന്ന പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിയണം. ഒരു വെളിപ്പാടും തിരിച്ചറിയാൻ പറ്റാതെ നമ്മളിങ്ങനെ ഒരു തോന്നലിൽ ജീവിക്കുന്നവരാകരുത്. പത്രോസ് ശക്തമായ വെളിപ്പാട് പറഞ്ഞു. സ്തോത്രം. കർത്താവ് പറഞ്ഞു. സ്തോത്രം. ആമേൻ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരിക. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന അസാധാരണ പദവി ദൈവം ഹല്ലേലൂയ കൈമാറുക. പത്രോസിന് പേര് മാറ്റി ആമേൻ സ്തോത്രം മനുഷ്യനെ പിടിക്കുന്നവനാക്കാന്ന് പറഞ്ഞു. ആമേൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തു. അങ്ങനെ നമ്മൾ ഹല്ലേലൂയ സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ആമേൻ സ്തോത്രം മറ്റുള്ളവർക്ക് 11 പേർക്ക് അസൂയ തോന്നും. ആമേൻ കാണുന്നവർക്കൊക്കെ അസൂയ തോന്നുന്ന വലിയ വാഗ്ദത്തങ്ങളാണ് ആരുടെ മേൽ കിടക്കുന്നത്? പത്രോസിന്റെ മേൽ കിടക്കുന്നത്. സ്തോത്രം. മറുരൂപ മലയിലേക്ക് പോയ ആ ഭാഗം നമ്മൾ ഈ അടുത്ത ചിന്തിച്ചത്. സ്തോത്രം. പത്രോസാണ് അവിടെ. ഹല്ലേലൂയ 3 ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഉണ്ട്. യേശു രൂപാന്തരപ്പെടുന്നു. പത്രോസ് ചാടി പറയുക. സ്തോത്രം. തന്റെ വീട്, തന്റെ ഹല്ലേലൂയ ബന്ധുക്കൾ, തന്റെ മക്കൾ ആരുണ്ടോ ഒന്നും ഓർക്കുന്നില്ല. പത്രോസ് പറയുക, ഇവിടെ ആമേൻ 3 കുടിലുണ്ടാക്കാം. എന്നിട്ട് എനിക്കല്ല, സ്വാർത്ഥത അവിടെയുമില്ല. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. സ്തോത്രം. അങ്ങനെ എടുത്തുചാട്ടത്തിന്റെ അല്ലെങ്കിൽ ഭയങ്കര ആവേശത്തോടെ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ ആ മറുരൂപമല വെളിപ്പാടും പത്രോസിനുണ്ടായി. ദൈവം കർത്താവ് പറഞ്ഞു, ആരടുത്തും പറയരുത് എന്ന് പറയുന്ന തരത്തിൽ ആമേൻ സ്തോത്രം അവർക്ക് ഹല്ലേലൂയ വെളിപ്പാട് കൊടുത്തു. പത്രോസ് അവിടെ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ വലിയ അളവിൽ സംസാരിക്കുന്ന നമുക്ക് കാണാം. പിന്നെ ഹല്ലേലൂയ സന്തോഷം തോന്നുന്ന ഒരു വിഷയം, യേശു കർത്താവിനെ പിടിക്കാൻ വരുമ്പോൾ ആകെ കൂടെ പ്രതികരിച്ച ഒരു വ്യക്തി ആരാ? പത്രോസ്. വാളെടുത്ത് എന്ത് ചെയ്തു? ചേവകന്റെ കഴുത്തിന് കാതിനെ അറുത്തിട്ടു. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വ്യത്യസ്തനാണ് ആള്. സ്തോത്രം. അപ്പൊ ഒരുപാട് വാഗ്ദത്തങ്ങൾ യേശു കർത്താവ് അവനെ കൊണ്ട് നടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ. എൻ്റെ മനസ്സിനകത്തുള്ള സന്തോഷം നിങ്ങളുടെ അകത്ത് വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. സ്തോത്രം. അമ്മൻ ഇങ്ങനെ കർത്താവ് കൊണ്ട് നടക്കുക. ഇങ്ങനെ എല്ലാ പദവികളും എല്ലാ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളും ഇവന്റെ മേൽ കുമിഞ്ഞു കിടക്കുക. അസാധാരണമായി മാറുവാൻ നാളെയുടെ നീളെ ദൈവം പ്രയോജനപ്പെടുത്തേണ്ട ഈ മനുഷ്യൻ, നിങ്ങൾക്കറിയാം ക്രൂശിന്റെ ആ സമയം എത്തിയപ്പോൾ താൻ ഒത്തിരി പരിശ്രമിച്ചെങ്കിലും തള്ളി പറയേണ്ടി വന്നു. കർത്താവിനോടുകൂടെ മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞതാ. പക്ഷേ
അതിന് മനസ്സുണ്ട്, കള്ളം പറയുന്നതല്ല, അവൻ്റെ ആഗ്രഹമാണ്. വളരെ ശ്രദ്ധിക്കണേ, അവൻ്റെ ആഗ്രഹമാണ് യേശുവിനോടൊപ്പം എനിക്ക് മരിക്കണമെന്നുള്ളത്. ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നത് വെറുതെ അല്ല. പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അത് ചെയ്യാൻ പറ്റാതെ അവനായി തള്ളി പറഞ്ഞു. സ്തോത്ര. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുറത്തു പോയി വാവിട്ട് കരയുന്ന പത്രോസിനെ കാണാം. വളരെ വ്യാകുലപ്പെട്ട് താൻ കരയുന്നുണ്ട്. എൻ്റെ ഗുരുനാഥനെ ഞാൻ തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഒത്തിരി കരയുന്നുണ്ട്. ഏകദേശം നമ്മെ പോലെയാണ് നിങ്ങൾക്ക് പിടികിട്ടുമെന്ന എൻ്റെ വിശ്വാസം. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞ് യേശു കർത്താവിനെ ക്രൂശിച്ചു കൊന്നു, അടക്കം ചെയ്തു. യേശു കർത്താവ് ഇപ്പൊ പുനരുദ്ധാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റ്. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഇപ്പൊ പത്രോസിന് അറിയാം. ഈ സംഭവം നടക്കുമ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് ആർക്കറിയാം? പത്രോസിന് അറിയാം. സ്തോത്രം. ആമേൻ. പത്രോസ് അറിഞ്ഞു അവന്റെ ഹല്ലേലൂയ പ്രാണപ്രിയൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റ്. പക്ഷേ അവന്റെ ഹൃദയം നിങ്ങളൊന്ന് പഠിക്കണം. അവന്റെ ഹൃദയത്തെ ഭരിക്കുന്ന ചിന്ത അത് ഹല്ലേലൂയ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറം. അവന് ഇങ്ങനെ പുറകിലേക്ക് ഓർത്ത്, നമ്മൾ കാണുന്നത് പോലെ അല്ല, അവൻ പുറകിലേക്ക് ഓർത്തു. മനുഷ്യനെ പിടിക്കുമെന്നാക്കാന്ന് പറഞ്ഞതാ, സ്വർഗരാജ്യത്തിന്റെ താക്കോല് കിട്ടിയതാ. ആമേൻ. സ്തോത്രം. വെളിപ്പാടുകൾ ഒത്തിരി മറുരൂപമലയിൽ ഞാൻ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് എന്തെല്ലാം പ്രാപിച്ചു, എൻ്റെ മേൽ എന്തെല്ലാം എൻ്റെ കർത്താവ് പകർന്നു. അവൻ ഹല്ലേലൂയ ഇതെല്ലാം ചിന്തിക്കുമ്പോഴും അവനെ ഭരിക്കുന്ന ഒരു നിരാശയുണ്ട്. അവൻ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ. എന്താ അതിൻ്റെ അർത്ഥം പ്രിയനെ? ഞാൻ മീൻ പിടിക്കാൻ പോവാ. കൂട്ടുകാരന്മാരും കൂടെ ചെന്നിപ്പോൾ മീൻ പിടിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? അവൻ നിശ്ചയിച്ചു, എല്ലാം നഷ്ടപ്പെടുത്തിയവനാണ് ഞാൻ, എല്ലാം നഷ്ടപ്പെടുത്തിയവനാണ്. എൻ്റെ മേൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ കർത്താവ് പറഞ്ഞു. എന്നെ കൂടെ കൊണ്ടു നടന്നു. എന്നോട് ഹല്ലേലൂയ മനുഷ്യനെ പിടിക്കുന്നവനാക്കാന്ന് പറഞ്ഞു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തരാമെന്ന് പറഞ്ഞു. ആമേൻ. മറുരൂപമലയിൽ വെളിപ്പെട്ടു. ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം. എൻ്റെ യേശു കർത്താവിനോട് കൂടെ നടന്നത്, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം അറിയാം. പക്ഷേ ഏതോ ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ തള്ളി. എല്ലാം നശിപ്പിച്ചവനാണ് ഞാൻ. അവൻ്റെ ഹൃദയം പറയുന്നത്, ഇനി ഒരിക്കലും എൻ്റെ യേശുവുമായിട്ടൊരു ബന്ധം എനിക്ക് ഉണ്ടാകത്തില്ല, ഒരിക്കലും ഇനി വാഗ്ദത്തങ്ങൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നും കേൾക്കാത്തൊരു വിഷമം വരുമോ? പക്ഷെ എല്ലാം കേട്ട് എല്ലാ വാഗ്ദത്തങ്ങളും ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകുന്നത് കേട്ടിട്ട് ഒന്നും കിട്ടത്തില്ല എന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, അത് നമ്മുടെ കുറവ് നിമിത്തം അങ്ങനെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്നത് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? പത്രോസിന്റെ മനസ്സിലോട് ഇങ്ങനെ നിരാശയോടെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടത്ത് ആ കർത്താവ് ചെല്ലുന്നേ, വല്ലാതെ തകർന്നിരിക്കുക. അവൻ്റെ ഉള്ളം പറയുന്നത്, എല്ലാം കളഞ്ഞവനാ ഞാൻ, എല്ലാം നശിപ്പിച്ചവനാ ഞാൻ, ഒന്നിനും ഇനി കൊള്ളത്തില്ല. അതുകൊണ്ടാണ് പഴയ മീൻപിടുത്തത്തിൽ ഇപ്പൊ നിൽക്കുന്നത്. എല്ലാം വിട്ട് അനുഗമിച്ചതാ ഞാൻ, എല്ലാം വിട്ട് അനുഗമിച്ചു, എനിക്ക് എന്ത് കിട്ടും എന്നൊക്കെ ശക്തിയോടെ പ്രതികരിക്കുന്നവനും വളരെ തൻ്റെ ഇടത്തോടെ കർത്താവിന് വേണ്ടി നിന്നവനുമാ. പക്ഷേ സാഹചര്യത്തിൽ അവൻ വീണുപോയത് അവനെ തകർക്കുന്നു. അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇനി എന്നെ എന്തിന് കൊള്ളാം? എന്നെ ഹല്ലേലൂയ. നിങ്ങൾ ആ ഒരു മാനസിക അവസ്ഥയിൽ യേശു കർത്താവ് അവനോടൊന്ന് ചോദിക്കുക, മോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? നിങ്ങളതൊന്ന് വൈകാരികമായി ചിന്തിച്ചു നോക്കിയേ. പത്രോസിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന തണുപ്പ് നിങ്ങൾക്കൊന്ന് അളക്കാൻ പറ്റുമോ? പത്രോസിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ, ഇവൻ ഒരിക്കലും സങ്കല്പിക്കാത്തൊരു ചോദ്യം യേശു എന്ന് ചോദിക്കുക. യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട എന്നതാ, എടാ കൊണ്ടു നടന്ന് നിനക്ക് മറ്റാർക്കും കൊടുക്കാത്തതെല്ലാം നിന്റെ മേലാ തന്നെ, അവന്മാരെല്ലാം അതിൻ്റെ മേലെ ഇടഞ്ഞു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? കൊണ്ടു നടന്ന് ഈ വാഗ്ദത്തങ്ങളെല്ലാം തന്ന്, എങ്കിലും നീ എന്നെ തള്ളിക്കളഞ്ഞില്ലേടാ, നീ എന്നെ വിട്ടുപോയില്ലേ എന്നല്ലേ ചോദിക്കേണ്ടേ? യേശു ആയതുകൊണ്ട് അങ്ങനെ, നമ്മളാണെങ്കിൽ അങ്ങനെയാണോ ചോദിക്കുന്നത്? അവനെ തിരിഞ്ഞു നോക്കൂ നമ്മൾ പിന്നെ. പക്ഷേ ഈ യേശു ചെന്ന് അവൻ്റെ കാതിലും എല്ലാം ചോദിക്കുക, മോനെ ഇവരിലധികമായി നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങളും നോക്കി, ഇവന്റെ കണ്ണ് നിറയുന്നുണ്ടാകും, ഇവന്റെ സങ്കടം പൊങ്ങുന്നു. മുഖത്ത് പോലും നോക്കാതെ ഇവൻ പറയുന്ന മറുപടി ശ്രദ്ധിച്ചേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, അന്നുമുണ്ട് ഇന്നും പ്രിയമുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ നിന്നെ തള്ളി പറഞ്ഞു. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, ഞാനിനി യോഗ്യനല്ല, പഴയ മീൻപിടുത്തം തന്നെ. ആരാള് മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് കർത്താവ് പറഞ്ഞ വ്യക്തിയാ. മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് കർത്താവ് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞ വ്യക്തിയാ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കിട്ടിയവനാ. ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകൻ എന്ന് പറയാം. മറ്റാർക്കും കൊടുക്കാത്ത പദവികളൊക്കെ കൊടുത്ത മനുഷ്യനാ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഇന്ന് പകൽക്കാലം ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ ശ്രദ്ധിക്കണം. പത്രോസിനോട് യേശു കർത്താവ് ഇത് ചോദിക്കുമ്പോൾ, ഇന്ന് പകൽ നമ്മോട് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിലും കർത്താവിനെ അറിയേണ്ടത്, ഇന്നലെ നീ എന്തെന്നല്ല, ഇന്ന് പകൽ സകലത്തിലും അധികമായി നിനക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു പ്രിയമുണ്ട്. 3 പ്രാവശ്യം ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞു, നീ കുഞ്ഞാടിനെ മേയ്ക്ക. വീണ്ടും പറയുമ്പോൾ പറയുന്നു, നീ എൻ്റെ ആടുകളെ
മേയ്ക്കുക. ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ പോകുന്നില്ല. അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അല്ലെങ്കിൽ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നുണ്ട്. ആഴമായ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽക്കാലം നീ മടങ്ങി വന്നാൽ ഒന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനല്ല കർത്താവ്. നിന്റെ മേൽ ഹല്ലേലൂയ പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിന്നിൽ തന്നെ നിവർത്തിച്ച് കാണാൻ കൊതിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. എല്ലാം ഹല്ലേലൂയ നീ അങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ഇനി ഒന്നും നിനക്ക് ആമേൻ ഹല്ലേലൂയ കഴിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ നിന്നിൽ നിന്ന് തിരിച്ചെടുക്കുന്നു എന്നൊന്നും പറയുന്നവനല്ല എൻ്റെ കർത്താവ്. നിന്നിലൂടെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ചെയ്യണം. പക്ഷെ ഒരു കാര്യം എനിക്കറിയണം, സകലത്തിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സകലത്തിലും അധികമായി സ്നേഹിപ്പാൻ ഹല്ലേലൂയ എത്ര പേർക്ക് പറ്റും? അങ്ങനെ നിങ്ങൾക്കൊന്ന് കർത്താവിനോട് മറുപടി പറയാൻ. നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ നിങ്ങളുടെ ഓർമ്മ വെച്ച കാലം തൊട്ട് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി, കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങി. സ്തോത്രം. ഞാൻ ഇതിൻ്റെ അടുത്ത വശത്തോട്ട് പെട്ടെന്ന് വരാം. എങ്കിലും ഹൃദയത്തിലൊരു സന്തോഷം. നമ്മൾ കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിനെ സേവിപ്പാനൊക്കെ ഇറങ്ങിയിട്ട് ഇന്നത്തെ നിന്റെ അവസ്ഥ എന്നതാ? ഒറ്റ ചോദ്യം, നീ എത്രയാ കർത്താവിനെ സ്നേഹിക്കുന്നത്? മക്കളൊക്കെ വളരെ ഗ്രഹിക്കണം. എത്രയാ? നമ്മുടെ നീതിക്ക് അനുസരിച്ചാണോ, നമ്മുടെ തോന്നലിനനുസരിച്ചാണോ? ബാക്കി വരുന്ന സ്നേഹം, മാറ്റിവെച്ച സ്നേഹം, അല്ലെങ്കിൽ ഹല്ലേലൂയ എല്ലാം കഴിഞ്ഞിട്ടുള്ള അല്പസ്നേഹമാണോ കർത്താവിന് കൊടുക്കുന്നേ? അതോ ഹല്ലേലൂയ എല്ലാറ്റിലും അധികമായി കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും? അങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം ചില ഉത്തരവാദിത്വങ്ങളെ നിങ്ങളുടെ കരത്തിൽ തരും. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റാൻ തുടങ്ങും. നിങ്ങളിലുള്ള ദൈവകൃപ വെളിപ്പെടാൻ തുടങ്ങും. ഇവിടം കൊണ്ട് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല. നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് നശിച്ചു ചെന്ന് ആമേൻ ഹല്ലേലൂയ പിന്മാറി ചെന്ന് പിന്മാറ്റക്കാരുടെ കൂട്ടത്തിൽ തകർന്നു പോകുന്നത് കാണാൻ കർത്താവിന് ഇഷ്ടമില്ല. ആരുടെയൊക്കെ അരികിൽ നിന്ന്, ആരുടെയൊക്കെ തോളത്ത് തട്ടി, ആരുടെയൊക്കെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? സകലത്തിലും അധികമായി ഉവ്വെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ ആമേൻ. സകലത്തിലും അധികമായി യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അത് സന്തോഷമാണ്. നിങ്ങൾ സന്തോഷമുള്ളവർ മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ, നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല, ദൈവത്തോട് അടുത്തു വരിക, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ ഹല്ലേലൂയ മടങ്ങി വരിക. കർത്താവിൻ്റെ ചോദ്യത്തിന് വ്യക്തിപരമായി പ്രതികരിക്കുക. ആമേൻ. മാനദണ്ഡം നോക്കി സ്നേഹിക്കരുത്. ആമേൻ. നമ്മുടെ നീതിക്കനുസരിച്ച് നമ്മൾ സ്നേഹിക്കരുത്. അങ്ങനെയെങ്കിൽ യേശു നമ്മെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് അവസാനത്തുള്ള രക്തവും ജീവനും നമുക്കായി തന്ന കർത്താവിനൊരു ചോദ്യം, സകലത്തിലും അധികമായി നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? പ്രയാസമുള്ള കാര്യമായി പ്രസംഗിക്കുന്നേ. പക്ഷെ ആർക്കെങ്കിലും അതിന് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ, മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, മാറോട് അണയ്ക്കാൻ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാ. ചേർന്ന് പറയാമോ? തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു മാധുര്യമാ, യേശു ക്രിസ്തു യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞേ, തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ.
രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു ഒരുമിച്ചൊന്ന് പറഞ്ഞേ, നീ എന്റെ സർവ്വം. കരങ്ങളൊന്ന് ഉയർത്തി യേശു കാണുകേ. എന്റെ സർവ്വവും കർത്താവിനോട് പറഞ്ഞേ, എല്ലാറ്റിനെക്കാളും നീ എന്റെ സർവ്വവും എല്ലാറ്റിലും ജീവനിൽ പേർക്ക് തന്നതിനാൽ ജീവനിൽ തീർക്കാൻ തന്നതിനാ. നീ എന്റെ സർവ്വവും എല്ലാറ്റിലും നീ എന്റെ സർവ്വവും യേശുവേ. നീ എന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ. അപ്പാ, നീ എത്ര എന്റെ ഹൃദയങ്ങൾ കർത്താവിനോട് സർവ്വവും പറയുമെന്ന് പകൽ എല്ലാറ്റിലും നിൻ ജീവനിൽ തീർക്കാൻ തന്നതിനാ. നീ എന്റെ സർവ്വവും. ഒരിക്കൽ കൂടെ ആ കരവും ശബ്ദവും ഉയർത്തി യേശുവിനോട് പറഞ്ഞേ, നീ എന്റെ സർവ്വം. അപ്പാ, എന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവ്വവും എല്ലാറ്റിലും നിൻ ജീവനിൽ തീർക്കാൻ തന്നതിനാ. നീ എന്റെ സർവ്വവും എല്ലാറ്റിലും. നല്ല ഹല്ലേലൂയ പറയാമോ? കരങ്ങളെ ഉയർത്തി. ഇന്ന് പകൽ യേശു കർത്താവിന്റെ ചോദ്യം, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വ്യക്തിപരമായി പത്രോസിനോട് ചോദിച്ചതുപോലെ നിന്റെ പേര് പറഞ്ഞ് നിന്നോട് ഇന്ന് പകൽ ചോദിച്ചാൽ, ആമേൻ, കുറച്ചുകൂടെ കർത്താവിനെ സ്നേഹിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? തുറന്ന മനസ്സോടെ പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എത്രയാണ് കർത്താവിനോട് നിനക്കുള്ള സ്നേഹം? തുറന്ന് പറയുക. തുറന്ന മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ നീ നിന്നെ സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ പറയട്ടെ, നിന്റെ മേൽ ചിലത് പകരുവാൻ. ലോകം നിന്നെ തള്ളിക്കളയാം, മറ്റുള്ളവരെല്ലാം ഹല്ലേലൂയ അയോഗ്യനെന്ന് പറയാം. മറ്റുള്ള ഹല്ലേലൂയ നശിച്ചുപോയ ഒരു ശിഷ്യനുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കാണുകെ പത്രോസിനെ മാനിച്ചുകൊണ്ട് മനുഷ്യനെ പിടിക്കുന്നവനാക്കി സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഹല്ലേലൂയ കൊടുത്ത പത്രോസ് അതിനെ ആമേൻ ഉപയോഗിച്ചുകൊണ്ട് ചലിപ്പിക്കുന്നത് നമുക്ക് കാണാം. തൻ്റെ മേലുള്ള സകല വാഗ്ദത്തങ്ങളെ നിറവേറ്റിയ പത്രോസ് ഹല്ലേലൂയ ആമേൻ. ദൈവം അവൻ്റെ മേലുള്ള സകല വാഗ്ദത്തെ നിറവേറ്റുമ്പോൾ ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ സ്നേഹമായി അത് മാറുകയാണ്. ദൈവത്തിന് കൊതിയുണ്ട് എന്നെ നിന്നെ മാറ്റാൻ. കർത്താവിന് വലിയ വാഞ്ചയുണ്ട് നമുക്കൊരു പരിവർത്തനം വരുത്തുവാൻ, കുറച്ചുകൂടെ ദൈവത്തെ സ്നേഹിപ്പാൻ ഹല്ലേലൂയ മനസ്സ് വയ്ക്കുന്നെങ്കിൽ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലം നിനക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നീ പറയണം, കർത്താവെ, ഞാൻ അധികമായി നിന്നെ സ്നേഹിക്കും. ഞാൻ പ്രസംഗം മുമ്പോട്ട് പോകുമ്പോൾ പറയാം, എളുപ്പമുള്ള കാര്യമല്ലേ അത്. പക്ഷേ ഹല്ലേലൂയ ആഴമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രവൃത്തി കൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ആമേൻ തോൽവിയെ മറന്ന് ഒരു ജയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ ഹല്ലേലൂയ തുടങ്ങണം. നമുക്കങ്ങനെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? നമുക്ക് ഹല്ലേലൂയ നമ്മൾ സ്നേഹിക്കുന്നു എന്ന്, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ കാണാം. എങ്കിലും ഒരു സഭയായി കർത്താവിൻ്റെ ഒരു ശരീരമായി ആമേൻ നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഓർക്കാനും നമ്മൾ ഈ പറയുന്ന വൈകാരികതയ്ക്കപ്പുറം യഥാർത്ഥമായ സ്നേഹം. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയും, സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ലല്ലോ അർത്ഥം. നമ്മൾ മുഖത്ത് നോക്കി ഒത്തിരി സ്നേഹമായി ഇഷ്ടമെന്ന് പറയുന്നതിലല്ലല്ലോ കാര്യം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവൃത്തി മണ്ഡലത്തിൽ അത് വരിക എന്നുള്ളത് തന്നെയാണ് സ്നേഹത്തിന് ആധാരം. അല്ലെങ്കിൽ ആ സ്നേഹം എന്ന വാക്കിന് തന്നെ അർത്ഥമില്ലാതെയാകും. സ്തോത്രം. സ്വാർത്ഥതയിലും ഒക്കെ ഉള്ള സ്നേഹമാണ് പലപ്പോഴും കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, അതിനകത്തൊരു ത്യാഗം നിങ്ങൾക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് അതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21 യേശു പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ഹല്ലേലൂയ കൽപ്പനകൾ പ്രമാണിക്കുമെന്ന്. അവിടെ നിന്ന് കുറച്ച് ചിന്തകൾ പെട്ടെന്ന് നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 14:21 വായിച്ചേ. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ആഴമായ സ്നേഹബന്ധം ക്രിസ്തുവും നാമുമായി, പിതാവും നമ്മളുമായി, സർവശക്തനായ ദൈവം നമ്മളുമായി. അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവം ആഗ്രഹിക്കുന്നതും കർത്താവിന് നമ്മെ ആഴമായി, വളരെ ശ്രദ്ധിക്കണേ പ്രിയരെ, കർത്താവിന് നമ്മെ ആഴമായി സ്നേഹിക്കണം. കർത്താവിൻ്റെ ആഗ്രഹമാണ്. തിരിച്ച് നമ്മുടെ സ്നേഹം ദൈവത്തിന് കിട്ടണം. അത് കർത്താവിന് വലിയ ആഗ്രഹമാണ്. എൻ്റെ സ്നേഹം
നിനക്ക് മാത്രം, വേറെ ആരും കവരത്തില്ല നമ്മൾ പാടും അല്ലേ? കഴിഞ്ഞ ആഴ്ച പാടിയെന്ന് തോന്നുന്നു, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരത്തില്ല. പലപ്പോഴും ചുമ്മാതാണ്, എങ്കിലും പാടിയെങ്കിലും ചെയ്യുന്നല്ലോ, കേൾക്കുമ്പോൾ ഒരു ആശ്വാസം. ഇപ്പൊ നമ്മളെ ദ്രോഹിക്കുന്നവരാണെങ്കിൽ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് യെസ് വെച്ച് കൊടുക്കത്തില്ലയോ? ശ്രോത്ര, അങ്ങനെ അങ്ങ് പോട്ടെ. പക്ഷെ ആഴത്തിൽ ചിന്തിച്ചാൽ ആ ബന്ധം, നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും മക്കളും അപ്പനുമായിട്ടുള്ള ബന്ധമാണെങ്കിലും, ഞാൻ സാധാരണ പറയുന്നതാ, മക്കളോട് ഞാൻ പറയും ഐ ലവ് യു പപ്പ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആധാറിൽ നിന്റെ അപ്പന്റെ പേര് അവിടെ കാണും. പറയുന്നതൊന്നും അനുസരിക്കത്തില്ല. ഞാൻ സാധാരണ ചെല്ലുന്നിടത്തെല്ലാം ഇത് പറയും. സ്തോത്രം. പപ്പയെ എനിക്കിഷ്ടം, അമ്മയെ എനിക്കിഷ്ടമാണ്. പക്ഷെ അപ്പനും അമ്മയും പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അതിനടുത്ത് ഒരു ഗുണവുമില്ല. ആധാറിലും റേഷൻ കാർഡിലും ഫാദറിന്റെ നെയിമും മദറിന്റെ നെയിം എഴുതാൻ മാത്രമേ ആ ബന്ധം, എഴുത്തുവത്തിലെല്ലാം പേര് കിടക്കും, പക്ഷെ ബന്ധമില്ല. അതുപോലെ ഒരു ബന്ധമല്ല കർത്താവ് ആശിക്കുന്നത്. അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ എന്തു ചെയ്യും? പ്രമാണിക്കും. സ്തോത്രം. എൻ്റെ പിതാവ് അവന് സ്നേഹിക്കും, ഞാനും അവന് സ്നേഹിക്കുക. അതാ ഒരു കുടുംബം എന്ന് പറയും, ദൈവത്തിന്റെ ഒരു കുടുംബം, പരസ്പരം സ്നേഹിക്കുന്ന. ഇപ്പൊ നമ്മൾ കാണാതെ കാലിൽ ചെയ്യുന്ന കാര്യം, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലെത്തി ആ സ്നേഹമൊക്കെ യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നു അല്ലേ? ദൈവം താൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ ഹല്ലേലൂയ എന്തു പറയേണ്ടത്, കാണാതെ വിശ്വസിച്ചും കൊണ്ട് നമ്മൾ അവനെ സ്നേഹിക്കുന്നു അല്ലേ? പക്ഷെ നമ്മൾ അവനെ ഹല്ലേലൂയ കണ്ട് ആ സ്നേഹമൊക്കെ അനുഭവിക്കുന്ന നാളിലേക്കാണ് വരുന്നത്. പക്ഷെ ഈ ഭൂമിയിൽ നമ്മുടെ ബന്ധം സഭ കൃത്യതയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ഹല്ലേലൂയ ബന്ധത്തിലേക്ക് നമ്മൾ വരണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹല്ലേലൂയ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അത് നമ്മുടെ നീതിക്കനുസരിച്ചല്ല, നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചല്ല. അവരങ്ങനെയല്ലേ ഇവരങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടല്ല, നീയും നിന്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം അല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധം അങ്ങനെയല്ലേ? അവർ തമ്മിലല്ലേ, അതിനകത്ത് വേറെ വരാൻ പാടില്ലല്ലോ. അതുപോലെ ദൈവവുമായിട്ട് ഹല്ലേലൂയ, നമ്മുടെ ആത്മ മണവാളനായ കർത്താവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറയണമെങ്കിൽ, നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയണമെങ്കിൽ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്, അധികമായി സ്നേഹിക്കുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. സ്തോത്രം. സന്തോഷമുള്ളവർ മാത്രം ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ പറയില്ല, എനിക്കങ്ങനെ ഒന്ന് വളരെ സ്നേഹത്തിൽ ശാന്തമായിട്ട് പറയുന്ന ഇഷ്ടം. നമ്മുടെ അകത്തൊന്ന് കയറി ഒരു മാറ്റത്തിലേക്ക് പരിശുദ്ധാത്മാവി വചനത്തിൽ കൂടെ നമ്മെ നടത്തട്ടെ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അതൊരു വലിയ ഹല്ലേലൂയ കാര്യമാണ്. നിങ്ങൾ വചനം കേട്ടിട്ട് ദയവ് ചെയ്ത് ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതെന്തെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് നടക്കുന്നെങ്കിൽ നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ആരും പറഞ്ഞു തരണ്ട. ഞാനിപ്പോൾ പ്രീ കെ ജി പിള്ളേരെ പഠിപ്പിക്കും പോലെ ഇത് പറയുന്നത്, വേറെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. സ്നേഹം ഉണ്ടെന്ന് പറയുമ്പോഴും ബൈബിൾ അനുസരിച്ച് സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കും. അവനെ ദൈവം സ്നേഹിക്കുന്നു, കർത്താവും അവനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എന്താ നമ്മുടെ ഒരു തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ, സ്തോത്രം. ഞാൻ പറയട്ടെ, ഡോക്ടർ മുഖത്ത് നോക്കി പറയുക, നീ അടുത്ത മണിക്കൂറിൽ മരിക്കുമെന്ന് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്ന ഒരുത്തൻ അവിടെ ദൈവത്തെ പിറുപിറുക്കച്ചിൽ അവൻ പറയും, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ യേശു അപ്പനും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവിടെ ഹല്ലേലൂയ ആ ഒരു രോഗത്തിനോ പ്രതിസന്ധിക്കോ ആ ബന്ധത്തെ ഉലയ്ക്കാൻ പറ്റത്തില്ല. ആ ബന്ധം ഉലയാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം, എന്നെ ശ്രദ്ധിക്കണേ, ആ ബന്ധം ഉലയാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഉയർച്ച താഴ്ച അല്ല. ആ ബന്ധത്തെ ഉറപ്പിച്ചിരിക്കുന്നത് ഇവൻ അപ്പനെ അനുസരിക്കുന്നു, അപ്പൻ അതുകൊണ്ട് മകനെ സ്നേഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ആ ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഏത് പ്രതിസന്ധി വരുമ്പോഴും ആ ബന്ധം ഉടഞ്ഞു പോകത്തില്ല. ഏത് പ്രതിസന്ധിയിലും ആ ബന്ധം അറ്റുപോകത്തില്ല. പ്രതിസന്ധിയിലും അവൻ പറയും, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തെ എന്താ തെളിവ്? ഞാൻ അവൻ്റെ കൽപ്പന പ്രമാണിക്കുന്നുണ്ട്. അപ്പൊ പ്രമാണിക്കുന്നവനുള്ള ഹൃദയത്തിന്റെ വലിയൊരു ഉറപ്പാണ് ദൈവം കൂടെ ഉണ്ടെന്നും ദൈവം ആഴമായി സ്നേഹിക്കുന്നു എന്നും ദൈവം കൈവിട്ടതല്ല ഇതെന്നുമുള്ള ഉറപ്പ് ഏത് പ്രതിസന്ധിയിലും പ്രാപിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇടറിപ്പോകും അല്ലയോ? ഞാൻ ചിന്തിക്കുകയാണ്, ഇന്ന് നമ്മുടെ സഹോദരന് ജയിക്കാൻ പറ്റാതിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത്ര ഒരു ഓക്കെ ദൈവം തന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും അല്ലേ? സ്തോത്രം. പക്ഷെ യഥാർത്ഥമായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഉദാഹരണമായിട്ട് അത് തന്നെ പറയാം. നമ്മൾ തോൽവിയാണ് നേരിട്ടതെങ്കിലും യഥാർത്ഥമായി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവനെങ്കിൽ പറയും, സ്നേഹിച്ചിട്ടാണ് എൻ്റെ കർത്താവ് ഇത് ചെയ്തത്. കാരണം നമുക്ക് ഉറപ്പാ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എന്താ അതിന്റെ തെളിവ്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്താ ഉറപ്പ്? എൻ്റെ കർത്താവിന്റെ കൽപ്പനകൾ നാൾതോറും ഞാൻ പ്രമാണിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. പ്രമാണിക്കാത്തവരായിട്ടുള്ളവർ ദയവ് ചെയ്ത്
നിങ്ങൾ ഈ വളരെ ഗൗരവത്തോടെ ഈ ചിന്ത എടുക്കണം ശ്രോത്ര. എന്നിട്ട് നമ്മിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ത്യാഗ മനോഭാവത്തോടെ കർത്താവിനെ അനുസരിക്കാൻ നമ്മൾ നമ്മെ തന്നെ കൊടുക്കണം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം കൂടെ വേഗത്തിൽ വായിച്ച്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അങ്ങനെ ഓടിച്ചു വായിച്ചു പോയാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതിന്റെ അടുത്ത പടിയാണ് ഞാൻ ഒന്നാമത് പറഞ്ഞു. ദൈവം ഇന്ന് നമ്മുടെ ചോദ്യം ഏതാ? യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഇവരിൽ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. യേശു കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന കർത്താവ് ചോദിക്കുക, അധികം സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അങ്ങനെ പ്രമാണിക്കുന്നതിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും, പിതാവ് നിങ്ങളെ സ്നേഹിക്കും. പരസ്പരമുള്ള സ്നേഹബന്ധം. അടുത്ത് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമക്കളെ സ്നേഹിക്കും. ഇതെല്ലാം എഴുതുന്ന യോഹന്നാനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ സ്നേഹത്തെക്കുറിച്ച് മുഴുവനും പറയുന്നത് പുള്ളിയ. സ്തോത്രം. സ്നേഹത്തിന്റെ അപ്പോസ്തലനാ. അപ്പൊ 2-ാമത്തെ സ്റ്റെപ്പാണത്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ബന്ധം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ദൈവമക്കളെ സ്നേഹിക്കും. കണ്ടോ, ഇതിപ്പോൾ തണുക്കുന്നുണ്ട്. ഞാനത് ആദ്യം പറഞ്ഞ്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രയാസമുള്ള ഒരു കാര്യമായത്. നമ്മളൊക്കെ പറയും ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ദൈവമക്കളെ സ്നേഹിക്കുന്ന ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാ. ദൈവത്തെ സ്നേഹിക്കാത്ത ഒരുത്തന് ദൈവമക്കളെ സ്നേഹിക്കാൻ പറ്റത്തില്ല, സഭയെ സ്നേഹിക്കാൻ പറ്റത്തില്ല, കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പോട്ടെ, ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ആ സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണമേ. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ഉറപ്പ് തെളിവ് നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കും. അങ്ങനെ കൽപ്പന പ്രമാണിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കും. പരസ്പര ഹല്ലേലൂയ ആ സ്നേഹബന്ധത്തിൽ പോകും. ആ സ്നേഹബന്ധം ദൃഢമായി പോകുന്ന ഒരു മനുഷ്യനാണ് നീയെങ്കിൽ നീ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കും. ഒരു ഹല്ലേലൂയ ഞാൻ പ്രതീക്ഷിച്ചു. നമ്മൾ ദൈവമക്കളെ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹിക്കും. പിടികിട്ടുന്നുണ്ടോ? അവിടെ സ്വാർത്ഥത കാണത്തില്ല, തത്വചിന്ത കാണത്തില്ല. അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സമശിഷ്ടത്തെ സ്നേഹിച്ചു പോകും. നമ്മുടെ അടുത്തിരിക്കുന്നവൻ രക്തബന്ധത്തെക്കാൾ വിലയുള്ളതായി നമുക്ക് തോന്നും. കാരണം അതിനകത്തൊരു ത്യാഗം വരും. ദൈവസ്നേഹം നമ്മുടെ അകത്തുള്ളത് കൊണ്ട്, ദൈവവുമായി പരസ്പരം നമുക്ക് സ്നേഹിക്കത്തക്ക ഒരു ജീവിതമുള്ളത് കൊണ്ട് സമശിഷ്ടത്തെ സ്നേഹിക്കാൻ ഒരു ആഴമായ ഹൃദയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അതാണ് യഥാർത്ഥമായ ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ, ബൈബിൾ പഠിച്ചാൽ സകല ന്യായപ്രമാണത്തെയും കവിയുന്ന അളവിലെ കൽപ്പന പ്രമാണിക്കുന്ന ഒരുത്തൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാധ്യമല്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. നീ ആരാന്ന് ചോദിക്കുമോ, നീ ആരാന്ന് ചോദിക്കാൻ നമുക്ക് അതൊക്കെ താല്പര്യം അല്ലേ? എന്നോട് പിണങ്ങരുത്. നമ്മളെ ദ്വേഷിച്ചാൽ തിരിച്ച് ദ്വേഷിക്കുന്നതാണ് നമുക്ക് താല്പര്യം. ഒറ്റ കാര്യം തിരിച്ചറിയുക, യഥാർത്ഥമായ ദൈവസ്നേഹം നമ്മുടെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുകൂടെ താഴ്ത്താനും, നീ എനിക്ക് സർവ്വമാണ്, അധികം എനിക്ക് സ്നേഹിക്കണം, ഒറ്റ വഴിയുള്ള അവൻ്റെ കൽപ്പന അനുസരിക്കുക. അവൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ അവൻ നമ്മളെ സ്നേഹിക്കും. സ്നേഹമെന്ന് ഉറപ്പാവും. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ഒരു വീട്ടിലും വഴക്കുണ്ടാകത്തില്ലെന്ന് എൻ്റെ ചിന്ത. എന്ന് പറഞ്ഞാൽ തർക്കങ്ങളും വാദങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വല്ലാത്തൊരു അസഹിഷ്ണുതയും ഡിവോഴ്സൊക്കെ കുറയത്തില്ലേ? നമുക്കിവിടെ ഇല്ല. സ്തോത്രം. യഥാർത്ഥ ദൈവമക്കളുടെ ഇത് എന്നാത്തിനായി പെരുകുന്നേ? വാസ്തവമായിട്ട് നിങ്ങൾ ചിന്തിച്ചേ. ഇതാണ് ദൈവവചനം പറയുന്നതെങ്കിൽ അടിസ്ഥാനം ഇളകി കിടക്കുകയല്ലേ? കൽപ്പന അനുസരിക്കാൻ ആർക്കും മനസ്സില്ല. നമ്മളൊക്കെ അങ്ങ് ഒതുങ്ങുക. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം കിട്ടി. ഇതങ്ങ് വലിയ ഗൗരവമാണ്. ഒന്നും അല്ലെന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. പക്ഷെ അതല്ല. അവിടെ നമ്മൾ തുടങ്ങുക. അവരോടുള്ള ചോദ്യം, മോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മോളെ നീ എന്നെ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നീ ഐ ലവ് യു പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. നമ്മൾ കൈയൊക്കെ പൊക്കി നിന്ന് ആ ഒരു ഭാവാഭിനയം ഒന്നും അതല്ല. അത് വേണം. പക്ഷെ അത് ജീവിതത്തിൽ വന്നിട്ട് നമ്മൾ ചെയ്താൽ അനുഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പാസ്റ്ററെ 1000 ഉടനെ കിട്ടും കേട്ടോ, 1000 ആത്മാക്കളൊക്കെ ഉടനെ കിട്ടും എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? സ്തോത്രം. ചുമ്മാതൊന്നും നമുക്ക് വേണ്ട. അടിസ്ഥാനപരം കുറച്ചുകൂടെ സ്നേഹിക്കാൻ പറ്റണം. എങ്ങനെയാ? സ്തോത്രം. എന്നെ പോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുത്തൻ എനിക്ക് കൂടെ എൻ്റെ കുടുംബത്തിൽ കൂടെ എൻ്റെ കമ്പനിക്ക് കൊള്ളാം, എൻ്റെ ഒപ്പം വിദ്യാഭ്യാസം മാന്യമായിട്ടേ സംസാരിക്കത്തുള്ളൂ, യോഗ്യത, മറ്റുള്ള റൂമിൽ നാണം കിടത്തില്ല എന്ന് അവനെ സ്നേഹിക്കാം. അപ്പം മറ്റോനോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നോ ഞാൻ പറയുന്നത്? പലപ്പോഴുള്ള പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ യോഗ്യതയ്ക്കുള്ളവരെ മാത്രമേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരുമിച്ചൊക്കെ കൊണ്ട് എല്ലാം ചെയ്തേച്ച് സ്തോത്രം. അവരൊരു ഹല്ലേലൂയ നല്ല ഒരു 10 സ്റ്റാൻഡേർഡ് ഉള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ മറ്റേ പുള്ളിയെ ചവിട്ടണ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ക്രൂരമാണ്. സ്തോത്രം. അങ്ങനെയല്ല. ഒരുപോലെ സ്നേഹിക്കാൻ പറ്റണം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനാ. നമുക്കതിന് കഴിയണമെങ്കിൽ ഈ ദൈവസ്നേഹം അകത്ത് വരണം. കഴിയുന്നില്ലെങ്കിൽ, സാഹചര്യത്തിനനുസരിച്ച് സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മാന്യതയ്ക്കൊത്തവരുമായിട്ടാണ് നമ്മുടെ സ്നേഹം.
സഭയിൽ വന്നാലും എവിടെ പോയാലും അങ്ങനെയാണെങ്കിൽ എന്തോ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. തിരിച്ച് നിങ്ങൾ ചിന്തിച്ചേ, ഈ വചന അടിസ്ഥാനത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരെങ്കിൽ എല്ലാവരും നമുക്ക് തുല്യരായിരിക്കും. ഇതൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? തുല്യരായിരിക്കും. അവിടെ നമുക്ക് മറ്റൊരു കണ്ണേ നമുക്ക് വരത്തില്ല. ഒരാളെ കാണുമ്പോൾ വേറൊരു കണ്ണേ നമുക്ക് വരത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മളുടെ ആ ബന്ധം ദൈവ കുടുംബവുമായി, ദൈവം എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് അത് വരുമ്പോൾ ദൈവ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു. അവിടെ പിന്നെ ഇനി ആരും സ്നേഹിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല, അത് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മുടെ നീതി നമ്മൾ പറയും, അതങ്ങനെ ആയതുകൊണ്ടെങ്കിൽ അത് നമുക്ക് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആമേൻ വ്യക്തതയോടെ തിരിച്ചറിയണം, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ അളവ. ഹല്ലേലൂയ. വളരെ ആമേൻ ഹല്ലേലൂയ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു എന്ന എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. കർത്താവ് ആ നിലകളിൽ നമ്മെ സഹായിക്കും. സ്തോത്രം. എന്താ ദൈവത്തിൻ്റെ കൽപ്പനകൾ? ഞാൻ ആ ഭാഗത്ത് ഒത്തിരി നിൽക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നു. ആമേൻ. ഞാൻ പറയട്ടെ, നമ്മൾ തിരുമേശ എടുക്കുന്നവരാണ്. ഇതിനകത്ത് 99.9% ആൾക്കാരും സ്നാനപ്പെട്ട് കർത്തൃമേശ എടുക്കുന്നവരാണ്. സ്നാനപ്പെടാത്തവരോട് ദൈവസ്നേഹത്തിൽ പറയട്ടെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ കൽപ്പന അനുസരിക്കണം. അത് ദൈവസ്നേഹമാണത്. ആ ദൈവം നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾ ആരംഭിക്കണം. സ്തോത്രം. ഞാൻ വാസ്തവത്തിൽ കുറേ കാര്യങ്ങൾ ഇരുന്ന് ചിന്തിച്ചതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതൊന്നും പറയാൻ സമയമില്ല. നമ്മൾ ആരെന്ന് തിരിച്ചറിയണം. ഞാൻ ദൈവ പൈതലാണ്, ഞാൻ ജാതികളെ പോലെ ആകാൻ പാടില്ല എന്ന തീരുമാനം നമുക്കുണ്ടാകണം. വരുന്ന ദിവസങ്ങളിൽ ഞാനത് പറയാം. സ്തോത്രം. വചനാടിസ്ഥാനത്തിൽ അത് എൻ്റെ തീരുമാനമാണ്. ഞാൻ അറിയണം. സ്തോത്രം. ഞാൻ ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന് എനിക്ക് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് ആ അളവിൽ ജീവിതം ജീവിച്ച് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ വളരെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു, ആമേൻ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കാൻ തുടങ്ങണം. സ്തോത്രം. ഇനി ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യത്തിലേക്ക് വന്നാൽ ദൈവത്തിൻ്റെ ഒരു കൽപ്പന കാണാം. ഒരുപാട് കാര്യങ്ങൾ ആഴത്തിലുണ്ട് ദൈവം പറഞ്ഞത്. പക്ഷെ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 17-31 വായിച്ചേ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് മനുഷ്യരോടുള്ള കൽപ്പന, അപേക്ഷയല്ല കേട്ടോ, എന്നെ ശ്രദ്ധിച്ചേ, അപേക്ഷയല്ല, ദൈവത്തിന് മനുഷ്യരോടുള്ള കൽപ്പന. അപേക്ഷ നിരസിച്ചാൽ ശിക്ഷാവിധിയില്ല. അപേക്ഷ നമ്മൾ കേട്ടില്ലെങ്കിൽ ശിക്ഷിക്കത്തില്ല. കൽപ്പന നിരസിച്ചാൽ എന്ത് ചെയ്യും? ശിക്ഷ കിട്ടും. സ്തോത്രം. മനസ്സിലാകുന്നു എന്ന വിശ്വാസത്തിൽ ഞാൻ മുമ്പിലേക്ക് പോവുക. അപേക്ഷ നിരസിച്ച പ്രശ്നമല്ല, കൽപ്പന നിരസിക്കാൻ പാടില്ല. ദൈവം സകലരോടും കൽപ്പിക്കുക, ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണം. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന സകലരോടും പരിശുദ്ധാത്മാവ് പറയുക, ഒരു മാനസാന്തരം വരണം. ഈ ദൂതുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മാനസാന്തരം വരണം. പരിശുദ്ധാത്മാവ് സകലരോടും കൽപ്പിക്കുന്നത് ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണം. എവിടെയാണ് നിങ്ങൾക്ക് ഹല്ലേലൂയ മാനസാന്തരം വരേണ്ടത്? ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കി മാനസാന്തരപ്പെടണമെന്ന് വചനം പറയുന്നു. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. സ്തോത്രം. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ സ്നാനപ്പെടാൻ വന്ന വ്യക്തികൾ, ആമേൻ, വളരെ ഹല്ലേലൂയ സന്തോഷത്തോടെ അവർ സ്നാനപ്പെട്ടൊരു മാനസാന്തര സ്നാനം ഹല്ലേലൂയ അവർ സ്വീകരിച്ച് വിടുതൽ പ്രാപിക്കാൻ വരുമ്പോൾ യോഹന്നാൻ അവരെ മുഖത്ത് നോക്കി പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റിയൊഴിയാൻ ഉപദേശിച്ചു തന്നത് ആരാ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ കായ്പീൻ. ആമേൻ. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ വളരെ വ്യക്തതയോടെ പറയട്ടെ, അതൊക്കെ അങ്ങനെ പ്രസംഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ നമ്മൾ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തവർ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിനക്കൊരു മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് തന്നെയാകണം. വീണ്ടും നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതകരമല്ലാത്ത വഴികളിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അനുഭവത്തിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്ത അവസ്ഥയിൽ, ആമേൻ, ഞാൻ ഹല്ലേലൂയ 2 പേരെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്, നീതിമാനും ഗുണവാനും. സ്തോത്രം. നമ്മൾ ആ നിലകളിൽ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് പോകുന്നെങ്കിൽ കർത്താവിന് നമ്മെ സഹായിക്കാൻ കഴിയത്തില്ല. കൽപ്പന, ആമേൻ, ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും എല്ലായിടത്തും ഹല്ലേലൂയ മാനസാന്തരപ്പെടണം. നമ്മൾ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരും ആമേൻ സ്നാനപ്പെട്ടവരൊക്കെ ആണെന്ന് പറയുമ്പോഴും ഒരു മാനസാന്തരം നിനക്ക് ആവശ്യമാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് മാനസാന്തരപ്പെട്ടോളണം. ഇന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മാനസാന്തരം വരേണ്ട മേഖലയ്ക്കകത്ത് ഇന്ന് പകൽ ശക്തവും വ്യക്തവുമായ മാനസാന്തരം വരുത്തി ഇവിടെ നീ പുറത്തിറങ്ങണം. ഹല്ലേലൂയ. അതിനെ ഗൗരവത്തോടെ കൽപ്പനയായിട്ട് എടുക്കണം. ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിക്കുന്നവൻ ദൈവത്തിൻ്റെ ശിക്ഷാവിധി പ്രാപിപ്പാനിടയാകും. കൽപ്പനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൽപ്പനകൾ നമ്മൾ പ്രമാണിച്ചേ പറ്റൂ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലായിടത്തും
മാനസാന്തരപ്പെടണം. ഈ സഭയ്ക്കകത്തിരിക്കുന്ന സകല, നമ്മൾ വിചാരിക്കും അത് ജാതികളോടാണ്. ആയിക്കോട്ടെ, ഇതിനകത്ത് ഹല്ലേലൂയ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവർ, ഈ പറഞ്ഞ വചനം കേട്ടതിനനുസരിച്ചൊരു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട എത്ര പേരുണ്ട്? അവർ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ആമേൻ. മറ്റുള്ളവർ സ്വയം ശോധന ചെയ്യും. എന്നിട്ടൊരു മടങ്ങി വരവിലേക്ക് വന്നാൽ അത് ഹല്ലേലൂയ വലിയ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. യോഗ്യതയോടെ നിന്നാൽ അത് എത്രയോ സന്തോഷമാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 20-21 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 20-21 വാക്യം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ സ്നേഹിച്ചിരിക്കണം. അല്ലെങ്കിൽ ഹല്ലേലൂയ ആ പറയുന്നത് കള്ളമാണ്. സ്തോത്രം. ആ പറയുന്നത് കള്ളമാണ്. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നു. വളരെ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഓഫ് ആവാൻ സാധ്യത ഉണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ എഴുന്നേറ്റ് പോകുന്ന വല്ലാതെ ഡിസ്റ്റർബ് ആകുന്നുണ്ട് കേട്ടോ. സ്ഥിരം പതിവാക്കുന്നുണ്ട്. അത് കർശനമായിട്ട് നിയന്ത്രണം വച്ചേ പറ്റൂ ദൈവസഭയിൽ. സ്തോത്രം. അത്യാവശ്യത്തിന് നമ്മൾ ഹല്ലേലൂയ പുറത്തിറങ്ങിയാൽ അത് സന്തോഷമാണ്. അപ്പോൾ നിങ്ങളത് പ്രാർത്ഥിക്കുന്ന ആ വിഷയമൊക്കെ. സ്തോത്രം. ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയ എന്താ പറയുക പശ്ചാത്താപവും ഒരു മാനസാന്തരവും ഒക്കെ വരണമെന്ന പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവം വരണം. നമ്മളൊന്ന് സ്വയശോധന ചെയ്യണം. ഇവിടെ കർത്താവ് പറയുക, സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആരൊക്കെയോ കള്ളന്മാരാണ്. നിങ്ങളെ മുഖത്ത് നോക്കിയാൽ കള്ളിമാരാണ്. സ്തോത്രം. കള്ളന്മാരും കള്ളിമാരുമാണ്. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഉൾപ്പെടെ പാടിയില്ലേ, നീ എൻ്റെ സർവ്വവും നീ എനിക്ക് ഉള്ളവൻ. സ്തോത്രം. ഇനി അതിനേക്കാളും ആഴത്തിൽ ദൈവസ്നേഹത്തിൽ പാടാൻ പറ്റും. നമ്മൾ പാടുന്ന പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയാമോ പാസ്റ്റർ? ഞാൻ ബാക്കിയോ പറയുന്നത് കേട്ടോ. നമ്മൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഈ പറഞ്ഞത് ദൈവം ശോധന ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഹല്ലേലൂയ ഞാൻ സ്നേഹിക്കുന്നു 1000 പ്രാവശ്യം പറഞ്ഞാൽ ഈ വചനത്തെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. സ്തോത്രം. 1000 വട്ടം ഞാൻ എഴുതിയാൽ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് എഴുതിയാൽ ഈ വചനത്തെ മായ്ക്കാൻ പറ്റുമോ? മായ്ക്കാൻ പറ്റത്തില്ല. 1000 പ്രാവശ്യം ഇരുന്ന് പറഞ്ഞാലും ഈ വചന ദൈവം നോക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നപ്പാ എന്ന് പറയുമ്പോൾ കർത്താവ് നോക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കും. സഹോദരനെ സ്നേഹിക്കില്ല നീ പറയുന്ന കള്ളം. അതിനകത്ത് നീ അവിടെ സ്വർഗം സ്വീകരിക്കത്തില്ല. മനസ്സിലാകുന്നു എന്ന് എൻ്റെ വിശ്വാസം. സ്വർഗം സ്വീകരിക്കുക. പിന്നെ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് പറയാം ഞാൻ സ്നേഹിക്കുന്ന കർത്താവ് എന്ന് പറയാം. ശുദ്ധ ഭോഷ്കാണ്. അതുകൊണ്ടൊന്നും നിങ്ങളെ തള്ളിക്കളഞ്ഞ് തലയെ വെട്ടുന്ന കർത്താവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് ചോദിക്കുക, ഇവരിലധികമായി നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റൂ? സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഈ മേഖലയിലോട്ട് നമ്മൾ ഇറങ്ങണം. ആമേൻ. താങ്ക് യു ജീസസ്, ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ നിന്ന പറ്റിപ്പോകുന്നവനല്ല കർത്താവ്. അബദ്ധം പറ്റുന്നവനല്ല കർത്താവ്. അനുസരിക്കേണ്ടവരെന്ത് ചെയ്യണം? അനുസരിക്കണം. ഇതിനകത്തിരിക്കുന്ന ഇത്രയും പേർ സ്വയശോധന ചെയ്യണം. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിനകത്ത് കയ്പുണ്ടോ? എങ്കിലെല്ലാം പോയി. അവിടെ പിശാച് ജയിക്കുന്നത്. പിശാചിൻ്റെ വലിയ തന്ത്രം. ഒന്ന് ശോധന ചെയ്തേ, 1 മിനിറ്റ് പെട്ടെന്നൊന്ന് ഓടിയ നമ്മുടെ സഭയിലെ വിശ്വാസികളുടെ അകത്തുകൂടെ ഇങ്ങനെ ഒന്ന് കറങ്ങിയേ. അയൽക്കാരിൽ കൂടെ ഒന്ന് കറങ്ങിയേ. അയൽക്കാരെവിടെ വേണ്ട. ഇതിനകത്തിരിക്കുന്നവരിൽ പരസ്പരം കയ്പുള്ള ആരെങ്കിലും ഉണ്ടോ? വിദ്വേഷമുള്ള ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. എന്തിൻ്റെ പേരിലാ? സ്വയശോധന ചെയ്യണം. കർത്താവ് പറയുന്ന, മോനെ നീ എന്നെ സ്നേഹിക്കുന്നില്ല, മോളെ നീ എന്നെ സ്നേഹിക്കുന്നില്ല. സ്തോത്രം. നീ എന്നെ സ്നേഹിച്ചാൽ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കും. ആ സ്നേഹത്തിനകത്തൊരു ത്യാഗം ഉണ്ടാകും. അതെന്താ ത്യാഗം? സ്തോത്രം. നിന്നെ കൊല്ലാൻ നിന്നാലും നീ എന്ത് ചെയ്യും? സ്നേഹിക്കും. സ്തോത്രം. സന്തോഷക്കുറവുണ്ടോ നിങ്ങൾക്ക്? ഇതൊന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തരണ്ടേ ദൈവം തന്നത് ഞാൻ പറയുക. ഒന്ന് ശോധന ചെയ്യണേ. നമുക്കങ്ങനെ പറ്റുന്നുണ്ടോ? പരിധി വെക്കുന്നുണ്ടോ? നമ്മൾ വ്യവസ്ഥ വെക്കുന്നുണ്ടോ സ്നേഹത്തിന്? അത് ദൈവികമല്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്നുള്ളതാ. സ്തോത്രം. കർത്താവ് കൊതിക്കുക നമ്മുടെ സ്നേഹത്തിനു വേണ്ടി. നമ്മൾ ഇന്ന് പകൽക്കാലം ഒന്ന് സ്വയശോധനയിലേക്ക് വരുമ്പോൾ ഈ വചനം അനുസരിച്ച് അടുത്ത് പറയുന്നത് ഹല്ലേലൂയ കാണുന്ന ഹല്ലേലൂയ സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കൺമുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കാനും കരുതാനും പറ്റുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെന്ന് പറയുന്നതും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും ഹല്ലേലൂയ അത് കള്ളമാണ്. ഞാൻ ശാന്തമായി പറയുമ്പോൾ നമ്മളെ ഹല്ലേലൂയ പൂർണ്ണമായിട്ട് ഉടച്ചു നിരത്തി ഹല്ലേലൂയ ദൈവം കടന്നു പോകുകയല്ല. നമ്മെ ഹല്ലേലൂയ ശക്തമായി പണിയാൻ പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുക. ശക്തമായി പണിയാൻ ഇഷ്ടപ്പെടുക. ഒന്ന് ത്യാഗത്തോടെ സ്നേഹിപ്പാൻ ഞാൻ എൻ്റെ കർത്താവിനെ നിശ്ചയമായിട്ടും ആ സ്നേഹം നമ്മിലേക്ക് ഒഴുകും. നിശ്ചയമായിട്ടും ആ സ്നേഹം
നമ്മിലേക്ക് ഒഴുകും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. നമുക്ക് ഞാൻ ഉൾപ്പെടെ നമുക്ക് ഒരുമിച്ച് ആ നിലകളിൽ ഒന്ന് പരിശ്രമിച്ചാൽ അത് അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. അതാ 21-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ആ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവം പറയുന്നു നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാ. ദൈവത്തിന് ഒരു ഹല്ലേലൂയ പ്രശ്നവുമില്ല. ഇത് കേട്ടിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഓടാം. മറിച്ച് പത്രോസിനെ പോലെ നിനക്ക് പ്രതികരിക്കാം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ സ്നേഹിക്കണം. കർത്താവ് ഹല്ലേലൂയ ഇതിനകത്ത് അങ്ങനെ ആഗ്രഹിക്കുന്നവരും ദൈവം പ്രതീക്ഷിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയും. ആ നിലകളിൽ ദൈവത്തെ സ്നേഹിപ്പാൻ, ആ നിലകളിൽ കർത്താവിന് വേണ്ടി നിൽക്കാനും പറ്റുമെന്ന് ദൈവം തിരഞ്ഞെടുത്ത് കണ്ട കർത്താവിൻ്റെ ആഴമായ സ്നേഹം പകർന്ന വ്യക്തികളാണ് ഇതിനകത്ത് ഇരിപ്പുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവി സംസാരിക്കുന്നത്. അല്ലാതെ ഹല്ലേലൂയ ഒരു ന്യായവിധിയുടെ പ്രസംഗമല്ല നമ്മൾ കേൾക്കുന്നത്. ഇതിനകത്ത് നിന്നെ തിരഞ്ഞെടുത്തത് നീ കൊള്ളാന്ന് കണ്ടിട്ടാ. നിനക്ക് സ്നേഹിക്കാൻ ഒരു ഹൃദയമുണ്ട്. നിന്റെ സ്നേഹം ദൈവം കൊതിക്കുന്നുണ്ട്. നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നത് കാണാനും ആ ദൈവസ്നേഹം നിന്നിലേക്ക് അതിശക്തമായി പകർന്നു തരാനും കൊതിക്കുന്ന കർത്താവ് നിന്നെ മടക്കി വിളിക്കുക. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് പോകാതെ സ്വയശോധന ചെയ്ത് അധികമായി വ്യക്തമായും സ്പഷ്ടമായും സ്നേഹിക്കാൻ തുടങ്ങണം. എങ്ങനെ? ഒന്ന്, കർത്താവിനെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അനുസരണക്കെട്ടുള്ള സകലരും ഹല്ലേലൂയ ചുവടുവയ്ക്കുക. അനുസരണത്തിനായി മാനസാന്തരപ്പെടാൻ ദൈവം കൽപ്പിക്കുക. കൽപ്പന അനുസരിക്കണം. ആമേൻ. സ്തോത്രം. രക്ഷാ സ്നാനം എന്ന് പറയുന്ന ഉപദേശങ്ങളുണ്ട്, അനുസരിക്കണം. അതിലുപരി ശ്രേഷ്ഠകരമായ കൽപ്പന സ്നാനപ്പെട്ടവരോട് അധികമായി ഈ ദൂത് പറയുന്നത്. സ്തോത്രം. കാരണം അത് ലേഖനങ്ങളിലെ കൂടുതൽ കിടക്കുന്നേ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ സഹോദരവർഗത്തെ സ്നേഹിക്കണം. നമ്മുടെ സഭയ്ക്കകത്ത് ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്ത് അന്യോന്യം ഒന്നിൻ്റെ പേരിലും സ്തോത്രം വിഭാഗീയത വരരുത്. പരസ്പരം സ്നേഹിക്കാൻ പറ്റണം. എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാൻ പറ്റണം. സ്നേഹത്തെ ഖനിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ഇടയിൽ നിന്ന് വരരുത്. സ്നേഹത്തെ മുറിക്കുന്ന, ബന്ധത്തെ മുറിക്കുന്ന കാര്യങ്ങൾ നമുക്കുണ്ടാകരുത്. വളരെ ബുദ്ധിയോടും വളരെ ഹല്ലേലൂയ ദൈവസ്നേഹത്തിലും കാര്യങ്ങൾ ചെയ്താൽ അത് ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവ് ആഴമായി പരിവർത്തിക്കുന്നത്. ദൈവം തിരിച്ച് നമ്മെ ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങുന്നത്. കർത്താവ് അത് ഹല്ലേലൂയ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ കൂടെ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ആ കൽപ്പന എന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. എൻ്റെ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതർ. കർത്താവ് വളരെ ആഴമായി പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്തോത്രം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിരസിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞാൻ നിർത്താം. ഇതിൻ്റെയും ആഴങ്ങളിലേക്ക് നമുക്ക് വേദപുസ്തകത്തിൽ ഹല്ലേലൂയ ഉപദേശങ്ങൾ കാണാം. എൻ്റെ ഹല്ലേലൂയ ചോദ്യം, കർത്താവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കൊതിച്ചുകൊണ്ട് പറയുന്ന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എങ്ങനെയാണ് സ്നേഹിച്ചേ? ഞാൻ ആദ്യം പറയും, തൻ്റെ ജീവനെ തന്നുകൊണ്ട് സ്നേഹിച്ചു. നമുക്കറിയാം, നമുക്ക് പ്രസംഗിക്കാനും പാടാനും എളുപ്പം. ആ ഗദസമന തോട്ടത്തിൽ നിന്ന് തന്നെ പിടിക്കുന്നത് തൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മോടുള്ള സ്നേഹമാണ്. ആ രക്തം വീറപ്പ് തുള്ളിയായി വീഴുന്ന അത് തൊട്ട് കാണുന്നത് നമ്മോടുള്ള സ്നേഹം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കാനുള്ള കൊതി കൊണ്ടോ, സകല നാമത്തിന് മേലായ നാമം കിട്ടാനുള്ള കൊതി കൊണ്ടോ, ആമീൻ എല്ലാവരെയും ന്യായം വിധിക്കണമെന്ന വലിയ വാഞ്ച കൊണ്ടോ അല്ല യേശു കർത്താവ് അതൊക്കെ സഹിച്ചത്. മറിച്ച് എന്തിനാ? എന്നെ ഓർത്തിട്ടാ സഹിച്ചേ, എന്നെ സ്നേഹിച്ചിട്ടാ സഹിച്ചതല്ലേ. നമ്മളതുകൊണ്ട് ഗദസമനിലെ അതിവേദനയെ എന്നെ ഓർത്ത് സഹിച്ചുവല്ലോ. അതിനിപ്പോൾ എന്നതാ? നമ്മളതുപോലെ സഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒന്ന് പറഞ്ഞാൽ ഒന്ന് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? തിളച്ചു പൊങ്ങുന്ന ഹൃദയമാണോ നമുക്കുള്ളത്? അത് ദൈവികമല്ല. മുഖത്തടിക്കുമ്പോഴും മുഖത്ത് തുപ്പുമ്പോഴും എന്നെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് മൗനമായിരുന്ന അറുക്കാനുള്ള ആടിനെ പോലെ മിണ്ടാതിരുന്ന കർത്താവിൻ്റെ സ്നേഹം. എന്നെ സ്നേഹിച്ചിട്ട് ആ മുഖത്ത് വന്ന് തുപ്പൽ വീഴുമ്പോൾ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ. പ്രസംഗിക്കാൻ മാത്രമേ പറ്റൂ. ഇത് നിങ്ങൾ എന്നെ വന്ന് തുപ്പി നോക്കണം, അപ്പോൾ അറിയാം. പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾ തുപ്പി നോക്കണം, അപ്പോൾ അറിയാം എൻ്റെ പ്രതികരണം എന്നാന്ന്. അതുവരെ എനിക്ക് പ്രസംഗിക്കാം. ഇത് സ്തോത്രം. ഉള്ള കാര്യം അത് പറയണമല്ലോ. സ്തോത്രം. ചിലപ്പോൾ പ്രതികരിക്കത്തില്ലായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ ഒരു വിരക്തി അത് തോന്നും. ഹല്ലേലൂയ. താടി രോമമൊക്കെ പിച്ച് ചീർത്ത മുതുകത്തിട്ട് അടിക്കുക. ഇനി വല്ല തെറ്റും ചെയ്തിട്ടാണെങ്കിലോ പ്രശ്നമല്ല. ഒരു തെറ്റും ചെയ്യാതെ അങ്ങ് പീഡിപ്പിക്കുക. എന്നെ ഓർത്ത് അതെല്ലാം സഹിച്ചു. അതാ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം. അതെന്തിനായിരുന്നെന്നറിയാമോ? ഇന്ന് ഞാനിത് പിടിച്ച് വെളുപ്പ പ്രസംഗിക്കുന്നില്ലേ നിന്ന് വിശുദ്ധൻ എന്ന് പറഞ്ഞ് പ്രത്യാശയോടെ നിൽക്കുന്നില്ല. എൻ്റെ പാപം നീക്കാൻ എന്നോട് കർത്താവ് കാണിച്ച സ്നേഹം അതാ. ആ സ്നേഹത്തെ മുൻനിർത്തി യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം?
സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. അത് കെട്ടിപ്പിടിച്ചാലോ മുത്തം കൊടുത്താലോ ഒന്നും വരത്തില്ല, അല്ലേ? അതെങ്ങനെ? ഇപ്പൊ നാറുന്നൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ വെറും ഷോയാണ്. ഇതൊക്കെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്ന സ്നേഹം. സ്നേഹത്തിന് പല വാക്കുകളാണ് ബൈബിളിൽ കിടക്കുന്നത്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമ്മളൊന്ന് ഹല്ലേലൂയ ചിന്തിക്കണം, യേശു കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് അങ്ങനെ ഹല്ലേലൂയ ഒന്ന് ശോധന ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭവനത്തെ ഒന്ന് എടുത്തേ, മക്കൾ അപ്പനെയും അമ്മയും ഒന്ന് ഓർത്തേ, അപ്പനും അമ്മയും മക്കളെ ഒന്ന് ഓർത്തേ, നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ. എന്നാ സ്നേഹം നമ്മുടെ കൂടാരത്തിൽ ഒഴുകുന്നതെന്ന്, ഇല്ലയോ? നിങ്ങളെ നോക്കുന്നത് എനിക്ക് സന്തോഷം, അതുകൊണ്ടാ. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ സമസ്ത മേഖലയും ഈ സഭയ്ക്കകത്തിരിക്കുമ്പോൾ ഇവിടെ ഒന്ന് ചിന്തിച്ചേ. നമ്മൾ ചിന്തിക്കുന്നെങ്കിലും ഉണ്ടോ മറ്റുള്ളവരെ കുറിച്ച്? സ്തോത്രം. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം. അതൊക്കെ വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്, കർത്താവ് പറയുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. സ്തോത്രം. അല്ലാതെ നമ്മൾ ചെയ്ത കുറെ ഹല്ലേലൂയ ഒച്ചപ്പാടൊന്നും അല്ല ഹല്ലേലൂയ ദൈവം പ്രതീക്ഷിക്കുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായി മുമ്പിലേക്ക് പോകണം. അല്ലെങ്കിൽ കർത്താവ് തന്നെ പറയാം, മോളെ നീ കള്ളിയാ, മോനെ നീ കള്ളനാ, അല്ലേ? ആരോണേ അങ്ങനെയല്ലേ പറയുള്ളൂ? നീ ഇവിടെ ഉണ്ടാവും. സ്തോത്രം. സന്തോഷത്തോടാണോ കേൾക്കുന്നത്? പാസ്റ്റർ എന്താ ഇന്ന് വേറൊരു മൂഡിലാണല്ലോ? ഈ പ്രസംഗം ഞാൻ പിന്നെ എങ്ങനെയാ പറയണ്ടേ? എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. വളരെ ദൈവസ്നേഹത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നെങ്കിൽ കർത്താവിനോട് പറ, കുറച്ചുകൂടെ സ്നേഹിക്കാൻ, എന്നെ നീ സ്നേഹിച്ചതുപോലെ തിരിച്ച് സ്നേഹിക്കാൻ എനിക്ക് കൊതിയുണ്ട്, കഴിയുന്നില്ല, എനിക്ക് കൃപ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നിട്ട് ഇന്ന് തന്നെ ഇതിനകത്ത് ഒരു പരിവർത്തനം വരുന്നതിൻ്റെ അടയാളം, ആരോടെങ്കിലും ഒക്കെ നമ്മൾക്ക് ക്ഷമിക്കാനുള്ളതൊക്കെ നമ്മളവിടെ ഉയരുന്നേ. കഴിഞ്ഞ ഷോർട്ട് മെസ്സേജ് ഇട്ടിരുന്നത്, സ്റ്റെബിലിനിട്ടത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ളത്, അല്ലേ? സ്തോത്രം. അപ്പോൾ നമ്മൾ താഴാൻ തയ്യാറായ ദൈവം നമ്മുടെ പക്ഷത്താണ്, നമ്മളെ മാനിക്കും, നമ്മളെ ഉയർത്തും, ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകും. മറ്റേ പുള്ളിക്ക് അത് കിട്ടത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ മുൻകൈ എടുക്കുക, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ എന്ത് ചെയ്യുക? താഴ്ത്തണം. സ്തോത്രം. ഒരുപാട് കൽപ്പനകൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. സ്തോത്രം. തമ്മിൽ സ്നേഹിക്കണമെന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ കൽപ്പന വളരെ വിലപ്പെട്ടതാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15:14 ഒന്നുകൂടെ വായിച്ചേ. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം, അതിന്റെ ഹല്ലേലൂയ 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. ഇതിനെ ഹല്ലേലൂയ നിഷേധിക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തിന്റെ സ്നേഹിതനല്ലെന്ന് ആർക്കെങ്കിലും തിരുത്താൻ പറ്റുമോ? അവൻ അങ്ങനെയാണ്, ഇവളിങ്ങനെയാണെന്ന് ഭൂമിയിലെ മുഴുവൻ നിനക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിന്നെ പറഞ്ഞാലും നിനക്കും ദൈവത്തിന് ഒറ്റ തീരുമാനം, ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനാ. ദൈവം പറയും, അവൻ എൻ്റെ സ്നേഹിതനാ. അബ്രഹാം സ്നേഹിതനെന്ന് സാക്ഷ്യം പ്രാപിച്ചു, അവർ സാക്ഷ്യം പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് പ്രാപിക്കാൻ പറ്റും. നമുക്കുള്ള ഉറപ്പാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്ന് ഉറപ്പിക്കണമോ? ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ വിധേയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ സ്വർഗം പറയും, നീ എന്നാ പറഞ്ഞാലും അവൻ എൻ്റെ സ്നേഹിതനാ. നീ പറയും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹിതനാ, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കുന്നെങ്കിൽ എൻ്റെ സ്നേഹിതരാ നിങ്ങൾ. നമുക്കൊന്ന് ശോധന ചെയ്യണം. എന്താ കൽപ്പന? മാനസാന്തരപ്പെടണം, അന്യോന്യം സ്നേഹിക്കണം, ദൈവമക്കളെ സ്നേഹിക്കണം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കിടപ്പുണ്ട്. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ അതുകൂടെ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാം. സുപരിതമായ ഭാഗമാണ് നമ്മൾ സ്നാനത്തിനൊക്കെ വായിക്കുന്നത്. കർത്താവിന്റെ കൽപ്പനയാണത്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ വേഗത്തിൽ വായിച്ചു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. പലപ്പോഴും ദൈവസഭ വിട്ടുകളയുന്ന ഒരു കൽപ്പനയാണ്. നമ്മളത് വിട്ടുകളയുന്നെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതനുസരിക്കാനുള്ള ബദ്ധപ്പാട് ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്കുണ്ട്? നമ്മൾ ഹല്ലേലൂയ പാട്ടും പാടി, നമ്മൾ ഹല്ലേലൂയ ദൈവസഭയിൽ നിന്ന് നന്മയും പ്രാപിച്ച്, ദൈവത്തിൽ നിന്ന് നന്മകളും പ്രാപിച്ച്, കർത്താവ് എനിക്ക് തന്നതിൻ്റെ വലിപ്പവും തരാത്തതിൻ്റെ വിഷമമൊക്കെ അളന്നെടുത്ത് നടക്കുന്നവരാ നമ്മൾ. സ്തോത്രം. പക്ഷെ കർത്താവ് പറഞ്ഞ കൽപ്പനകൾക്ക് പുറകെ നമ്മുടെ ഹൃദയമുണ്ടോ? നമ്മുടെ മക്കളൊക്കെ ചെയ്യുന്നതിൽ സന്തോഷം, ഇത് പോരാ. ശുശ്രൂഷയുടെ ഭാഗത്ത് കർത്താവ് പറഞ്ഞ കൽപ്പനയാണ് കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുക എന്നത്. പലർക്കും അത് അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞ, പലരും സ്വയം നീതിമാന്മാരായി നിന്നുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുക.
ആമേൻ, സ്തോത്രം. വലിയ പ്രസ്താവനകൾക്കാണ് സ്ഥാനങ്ങൾ. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയാണ് ഭൂമിയുടെ അറ്റം വരെ സുവിശേഷം അറിയിക്കുക എന്നത്. ആ സുവിശേഷത്തിലെ പങ്കാളിയാകുക എന്നത് ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. കേൾക്കാത്തവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, വിശ്വസിക്കാതെ വിളിച്ചപേക്ഷിക്കാൻ പറ്റത്തില്ല, പ്രസംഗിക്കാതെ കേൾക്കാൻ പറ്റത്തില്ല, ആരും അയക്കാതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയോ കുഞ്ഞു കാര്യങ്ങളാണ്, നിവൃത്തികേടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് വേറെ ഒന്നും പറ്റാഞ്ഞിട്ട ഈ കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ട്രാക്റ്റൊക്കെ അടിച്ചു കൊടുത്ത് ഒരുപാട് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതെങ്കിലും ആകട്ടെ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കി എന്നെങ്കിലും പറയണമല്ലോ എന്ന് പറഞ്ഞ ഇത് ചെയ്യുന്ന. വാസ്തവത്തിൽ സഭ ഇത് ചെയ്താൽ മതിയോ? വിശ്വാസിയായ രക്ഷിക്കപ്പെട്ട നീ ഇത് ചെയ്താൽ മതിയായോ? ആമേൻ, സ്തോത്രം. സുവിശേഷത്തിൽ നിനക്കൊരു പങ്കാളിത്തം വേണ്ടേ? അതിനുവേണ്ടി ഈ സകല പ്രയത്നങ്ങളും കേട്ടോ. സ്തോത്രം. എല്ലാ ഹല്ലേലൂയ. പലർക്കും പലതും പറയാനുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ഒറ്റ ചിന്തയുള്ളൂ, ഇത് നിമിത്തം 10 പേരെ കൂടെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം, 10 പേരെ കൂടെ യേശുവിലേക്ക് നയിക്കണം. കാര്യം എന്താണെന്നറിയോ? അത് എന്നെ സ്നേഹിച്ച് ജീവൻ തന്ന കർത്താവിൻ്റെ കൽപ്പനയാണ്. ഭൂമിയുടെ അറ്റം വരെ നമുക്ക് എത്ര പോകാൻ പറ്റും? നമുക്ക് പോകാൻ പറ്റുന്ന മാക്സിമം, അയക്കാൻ പറ്റുന്ന മാക്സിമം അയക്കുക എന്ന ചിന്ത വരണം. നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ ചിന്തിക്കരുത് നമുക്ക് ലഭിച്ചതെല്ലാം നമ്മിൽ ഒതുങ്ങണം എന്ന് ചിന്തിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിലാന്ന് തോന്നുന്നു വ്യക്തമായി പൗലോസ് പറയുന്നത്, വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും തരുന്ന ദൈവം നിങ്ങളുടെ വിതയെ അനുഗ്രഹിക്കുമെന്ന. ആദ്യം തന്നത് വിതയ്ക്കാനുള്ള വിത്ത, പിന്നെ തിന്നാനുള്ള ആഹാരം. നമ്മളെല്ലാം നമ്മിലേക്ക് നമ്മൾ വിതയ്ക്കുന്നില്ല. നമുക്ക് തന്നത് ആത്മീകം, ഭൗതികം, സാമ്പത്തികം സകലവും തിരിച്ചറിഞ്ഞോളണം. വിതയ്ക്കാൻ തന്നതിനെ വിതയ്ക്കണം, തിന്നാനുള്ളതിനെ തിന്നണം. അങ്ങനെ വന്നാൽ കൃത്യതയോടെ കാര്യങ്ങൾ നടക്കും. നിനക്ക് തന്ന ആരോഗ്യത്തിൽ വിതയ്ക്കാനുള്ളത് നീ വിതച്ചോളണം. നിനക്ക് തന്ന പരിജ്ഞാനത്തിൽ വിതയ്ക്കാനുള്ള വിതച്ചോളണം. നിനക്ക് തന്ന സമ്പത്തിൽ വിതയ്ക്കാനുള്ളത് വിതച്ചാൽ നാളെ കൊയ്ത്തുണ്ടാകും. ഇല്ലെങ്കിൽ നാളെയുടെ നീളെ നിനക്കോ തലമുറയ്ക്കോ കൊയ്ത്തുണ്ടാകത്തില്ല. സുവിശേഷീകരണം എന്നത് അടഞ്ഞ അധ്യായമാകും. അതുകൊണ്ട് ഞാൻ ഒരു മനസ്സോടെ ദൈവസഭയിൽ നിന്ന് ആമേൻ ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. ഏക മനസ്സോടെ നിന്ന് നമ്മളത് ചെയ്യാൻ തയ്യാറാകണം. കാരണം ഇത് കൽപ്പനയാണ്. സുവിശേഷം പറയണം. ആമേൻ. ദൈവം അനുസരിക്കാൻ പഠിപ്പിച്ച മുഴുവനും അനുസരിക്കത്തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കണം. അത് എന്നോടുള്ള കൽപ്പനയാ, നിങ്ങളോടുള്ള കൽപ്പന. ഈ പ്രസംഗത്തിന്റെ പ്രസക്തി എന്നതാ, ആ കൽപ്പനയാണ് ആചാരം. എന്തെങ്കിലും പറഞ്ഞ് കൈയടിപ്പിച്ച് നമ്മൾ ദൈവമക്കളെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതിലുപരി പ്രമാണിക്കാൻ കർത്താവ് പറഞ്ഞ സകല ഉപദേശങ്ങളും പ്രമാണിക്കത്തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ശിക്ഷരാക്കണം. എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ ഒന്ന് സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഇന്ന് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഭയങ്കര കട്ടിയായിട്ട് എനിക്ക് തോന്നി. എന്നാ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നിങ്ങൾക്ക് അറിയത്തോലുമില്ല. ആ സഹോദരി കട്ടിയായിട്ട് തോന്നിയെന്നെങ്കിലും പറഞ്ഞു. എന്നതാ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് വല്ല ഓർമ്മയുണ്ടോ? സ്തോത്രം. വളരെ ആഴമായി പറയുന്നത് ആമേൻ നമ്മുടെ ഹൃദയത്തിനകത്ത് പോലും വീഴുന്നില്ല. അതൊരു വലിയ പ്രാർത്ഥനാ വിഷയം. നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ കൽപ്പനകളെ നമ്മൾ വിട്ടുകളയരുത്. നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയാണ് സഹോദരിക്ക് അവസാനം പറഞ്ഞ കാര്യങ്ങൾ. ഭർത്താവിന് കീഴടങ്ങുന്നതിനെ കുറിച്ചൊക്കെ വലിയ പറഞ്ഞു. അതൊക്കെ ഓർമ്മ കാണുമെന്ന് എൻ്റെ വിശ്വാസം. ബാക്കി കാര്യങ്ങൾ പോട്ടെ, ഓർത്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി വീണ്ടും വീണ്ടും കാണും. എന്തിനാ നരകത്തിൽ പോണേ? സ്തോത്രം അല്ലേ? കൽപ്പന എന്ത് ചെയ്യണം? പ്രമാണിക്ക്. ദൈവത്തിന്റെ കൽപ്പന. മക്കളെ, ഇത് ചെയ്യുന്നത് മുഴുവൻ ദൈവത്തിന്റെ നാം. പലരും പലതും പറയും. സ്തോത്രം. ധനസമ്പാദന മാർഗമെന്നോ ആമേൻ ആള് കളിക്കാനെന്നോ പ്രശസ്തരാകാനെന്നോ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നവരുണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ. അത് അവരുടെ സുവിശേഷം. അതാ ഇപ്പോഴും ആ സുവിശേഷം പറയുന്നവരുണ്ട്. അത് അവരുടെ സുവിശേഷം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവ് കൽപ്പിച്ച കൽപ്പന സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ആമേൻ. ദൈവദാസന്മാർ അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ ഒരു കൈ സഹായം ദൈവകൽപ്പന അനുസരിക്കുന്നവനെ പറ്റത്തുള്ളൂ. ആമേൻ. ഇവിടെ നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ചിന്തിക്കണം, എത്ര പേരായി ചർച്ച നിമിത്തം കർത്താവിനെ കാണുന്നത്. നിങ്ങൾ നോക്കണം, സ്നാനം നടക്കുന്നത്, ഒരുപാട് അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. ഒറ്റ കാര്യമുള്ള കർത്താവ് പറഞ്ഞ കൽപ്പനയാണ്. ഞാനിത് ചെയ്യുമ്പോൾ സ്വർഗം പറയും, നീ എന്നെ സ്നേഹിക്കുന്നു. സഭ ചെയ്താൽ സഭയെ നോക്കി പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാ, നിങ്ങൾ എൻ്റെ മക്കളാ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നതിന് ഞാൻ നിങ്ങളോട് പണ്ടൊരു മെസ്സേജ് ഞാൻ പറഞ്ഞു. ഞാൻ അതാൽ ഉദാഹരണം പറഞ്ഞു. ഒരു പാല് കാച്ചു വന്നാൽ നമ്മൾ ഒരു ഫാനെങ്കിലും കൊടുക്കണം. ഇത് തന്നെയാണ് പറഞ്ഞ. കല്യാണം വന്നാൽ പറയും 2 പവനെങ്കിലും കൊടുക്കാതെ എങ്ങനെയാ സ്തോത്രം കയറി ചെല്ലുന്നത്? നമ്മുടെ ആശങ്കയാണ് നമ്മുടെ ബന്ധുക്കൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച്. അന്ന് ഞാൻ ആ ഉദാഹരണം പറഞ്ഞ് ചോദിച്ചു. നിങ്ങൾക്കത് ഓർമ്മ പോലും കാണത്തില്ല. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് അവർക്ക് യേശുവിനെ ആര് കൊടുക്കും? യേശുവിനെ ആര് കൊടുക്കും? നീ കൊണ്ടുവന്നത് അവർ പണയം വെച്ചോ വിറ്റോ, അല്ലെങ്കിൽ ആ ഫാനിന്റെ കാറ്റ് കണ്ടോ ഈ ജീവിതത്തിന്റെ ആയുസ് തീരും. നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കുക. പക്ഷെ എൻ്റെ ചോദ്യം, അവർക്ക് യേശുവിനെ ആര് കൊടുക്കും? ഈ ദൈവ സ്നേഹം അവരോട് ആര് പറയും? ആമേൻ. നമ്മൾ പറയുമ്പോൾ അവരനുസരിക്കുന്നില്ലെന്നൊക്കെ വരും. പക്ഷെ ഞാൻ പറയട്ടെ, നിനക്കൊരു ത്യാഗമുണ്ടെങ്കിൽ യേശുവിനെ പോലെ നീ ആകും.
നീ പറയും, ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യും. ഞാൻ സഭയോട് ഈ ദൂത് പറഞ്ഞ് നിർത്തുക. ചർച്ചിനോട് പറയുന്നു, നമ്മൾ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. ഒരു വലിയ ചോദ്യം ബിനിൽ പാസിന്റെ അല്ല, ഞാൻ ഉൾപ്പെടെ, എൻ്റെ ഹൃദയത്തോടുൾപ്പെടെ പേര് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സകലരെക്കാളും അധികമായി നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? സകലത്തിലും മേലായി യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ചത്. നീ യേശുവിനെ സ്നേഹിച്ചാൽ യേശുവിൻ്റെ കൽപ്പന പ്രമാണിക്കും. നീ പ്രമാണിച്ചാൽ ദൈവം നിന്നെ സ്നേഹിക്കും, കർത്താവ് നിന്നെ സ്നേഹിക്കും. അങ്ങനെ ആ ബന്ധം കറക്റ്റെങ്കിൽ നീ ദൈവ മക്കളെ സ്നേഹിക്കും. ഞാൻ ഈ ഹൃദയം തുറന്നു പറയാം, ഇതിൻ്റെ അകത്തിരുന്നുകൊണ്ട് ചില കയ്പൽ വേരുകൾ പിഴുതെടുക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കണം, ആരെടുത്തെങ്കിലും എനിക്ക് കയ്പുണ്ടോ? അടുത്ത തിരുമേശ കൈനീട്ടുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ അത് എടുക്കാൻ പറ്റണം. ആരോടെങ്കിലും എനിക്ക് കയ്പുണ്ടോ? ആരോടെങ്കിലും എനിക്ക് വിദ്വേഷമുണ്ടോ? സ്തോത്രം. ആരോടെങ്കിലും ഹല്ലേലൂയ എനിക്ക് വല്ലാത്ത, അത് നമുക്കറിയാം കേട്ടോ. നമ്മുടെ ഹൃദയം നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ പറ്റും. കയ്പുള്ള വേരും പകയും ഒക്കെ നമുക്കുണ്ടോന്ന്. സ്തോത്രം. അത് വ്യക്തിപരമായിട്ട് അറിയാൻ പറ്റും. അതുണ്ടെങ്കിൽ ഇങ്ങനെ തികട്ടി വരും. ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും നേരാവണ്ണം കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ ദൈവസ്നേഹത്തെ പറയട്ടെ. ഹല്ലേലൂയ. നമ്മളൊന്ന് ഹൃദയം തുറന്ന്, കർത്താവ് എനിക്ക് കുറച്ചുകൂടെ നിന്നെ സ്നേഹിക്കണം. നമുക്ക് ആ സ്നേഹബന്ധം കിട്ടുന്നില്ല, എനിക്ക് അങ്ങേ കുറച്ചുകൂടെ ആഴമായി സ്നേഹിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ കർത്താവിന് വലിയ സന്തോഷം. അത് പറയുകയല്ല, പ്രവൃത്തിയിലേക്ക് വരണം. കൽപ്പന അനുസരിക്കാൻ തീരുമാനിക്കണം. കർത്താവിൻ്റെ പാത നടക്കാൻ മാനസാന്തരപ്പെടണം. എവിടെയാ മാനസാന്തരപ്പെടേണ്ടത്? അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. പാപ വഴികളെ നിങ്ങൾ ഉപേക്ഷിക്കണം. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന ചിന്തകൾ വിലപ്പെട്ടതാണ്. ആ ചിന്തകൾക്കനുസരിച്ച് ജീവിതത്തിന് വലിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ മുമ്പിലേക്ക് പോയാൽ നമ്മെ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇത്രയും മതിയെന്നാണ് തോന്നുന്നത്, അല്ലേ? സ്തോത്രം. കുറച്ച് വാക്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഞാൻ ചിന്തിക്കുന്നു, നമുക്കൊന്ന് ആഴമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടെ എങ്കിൽ ദൈവത്തിന് എത്ര സന്തോഷമായിരിക്കും, അല്ലേ? കുറച്ചുകൂടെ സ്നേഹിച്ചാൽ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കർത്താവിനെ കുറച്ചുകൂടെ സ്നേഹിക്കണമെന്ന്? അവർ മാത്രം ഒന്ന് കരം ഉയർത്തിയേ. സ്തോത്രം. പ്രിയരെ, അനുസരിക്കേണ്ടവർ അനുസരിക്കാൻ തീരുമാനിക്കും. മാനസാന്തരപ്പെടേണ്ടവർ ഒളിച്ചും ഒന്നും നമുക്ക് വേണ്ട. ഒരുപാട് നഷ്ടങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. യേശുവിനെ ആഴമായി സ്നേഹിക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ട് സാരമില്ല. സ്തോത്രം. അതെല്ലാം ലാഭമായി മാറും. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവത്തോട് മറുപടി പറയാൻ, വ്യക്തിപരമായും ഒരുമിച്ച് സഭ മറുപടി പറയാൻ, കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ തക്കവണ്ണം ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും സന്തോഷത്തോടെ ആലയം വിട്ടിറങ്ങണം. ആമേൻ. വളരെ വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടു. വളരെ കൃത്യതയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. കണ്ണുകൾ അടയ്ക്കുമ്പോൾ കർത്താവിന് നന്ദി പറയാൻ എത്ര പേരുണ്ട്? ഈ ദൂതുകൾ എനിക്ക് തന്നതിനായി നന്ദി എന്ന് പറയാൻ പറ്റുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? എന്നോട് സംസാരിച്ചു, കർത്താവ് എന്നോട് സംസാരിച്ചു, അതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? സാധാരണ കേൾക്കുന്നത് പോലെ കേട്ട് കളയരുതേ. ഒരു ദൃഢമായ പ്രതിജ്ഞ എടുക്കും പോലെ ദൈവത്തോട് പറ, ഞാൻ സ്നേഹിക്കും. സ്നേഹത്തിനൊരു മാനദണ്ഡം ഞാൻ വക്കത്തില്ല. തത്വചിന്തകളെ വിട്ടുകളെ, സ്തോത്ര, അതിരുകളെ പൊളിച്ചുകളെ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിപ്പാൻ കർത്താവ് ഒരു നല്ല ഹൃദയം എനിക്ക് തരണം. എത്ര പേർ പ്രാർത്ഥിക്കും? കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ ആ മെസ്സേജിന്റെ കണ്ടന്റ് ഒന്നുകൂടെ പറയുമ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഈ ആണ്ട് തീരാൻ പോകുന്നു, വിശുദ്ധ കൽപ്പനകൾ ഗ്രഹിച്ചിട്ടും അനുസരിക്കാത്തവർ ഇന്ന് തീരുമാനിക്കാൻ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ തുറന്ന മനസ്സോടെ ദൈവദാസൻ എന്ന നിലയിൽ പറയാം. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹല്ലേലൂയ കൽപ്പനയായ സ്നാനമെടുക്കാതെ ഈ ആണ്ട് മുഴുവൻ വചനം കേട്ടിട്ടും നീ അതിന് മുമ്പോട്ട് വന്നില്ല. സാഹചര്യത്തെയും മറ്റുള്ളവരെയൊക്കെ നോക്കി നീ മാറ്റി വെക്കുന്നെങ്കിൽ, ഒന്നാമത് നീ ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവത്തെ നിനക്ക് സ്നേഹിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. മാനസാന്തരപ്പെടാത്ത അനുഭവങ്ങൾ, മാനസാന്തരത്തിലേക്ക് വരണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അങ്ങനെ സമർപ്പിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഇപ്പൊ ചുവട് വെക്കാൻ എത്ര പേർക്ക് പറ്റും? ഇപ്പൊ കാല് വെപ്പാൻ, ഈ വചനത്തിന്റെ മുമ്പാകെ സമർപ്പിപ്പാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത ആണ്ട് പ്രവേശിക്കുന്നതിന് മുമ്പേ ഈ ആലയത്തിൽ സ്നാനപ്പെടാതിരിക്കുന്നവർ, നാളുകളായി വചനം കേട്ടിട്ട് സ്നാനപ്പെടാതിരിക്കുന്നവർ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കണം. അത് അനുഗ്രഹമാണ്. നിർബന്ധത്താലല്ല, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളത് സമർപ്പിച്ചാൽ അസാധാരണമായ ദൈവസ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വരും. രണ്ടാമത് ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കെ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്ന കുറവുകൾ, നമ്മുടെ കോപം, നമ്മുടെ ക്രോധം, ഈർഷ്യ, പക, പിണക്കം, ജാരശങ്ക,
ദ്വന്ദ്വപക്ഷം, അസൂയ, ഭിന്നത, ഒത്തിരി കാര്യങ്ങൾ നമ്മിലുണ്ടോ? ഒരു മാനസാന്തരം എനിക്ക് വേണമെന്ന് പറയുന്നവർ ഇന്ന് പകൽ പറ, യേശുവേ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, എനിക്ക് ആഴമായി നിന്നെ സ്നേഹിക്കണം, കുറച്ചുകൂടെ അങ്ങയോട് അടുത്ത് വന്ന് ചേർന്നിരിക്കണം, അങ്ങയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കണം. സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്നവൻ ദൈവമക്കളെ സ്നേഹിക്കും, സഹോദരനെ സ്നേഹിക്കും. ഈ പകൽ ഇതിനകത്ത് ഞാൻ പറയും, നിങ്ങൾ പുറത്ത് ചിന്തിക്കാതെ ഒരു കാര്യം വ്യക്തമായി, ഈ ആലയത്തിന്റെ അകത്ത് ഇവിടെ ആരാധിക്കുന്ന ഒരു കുടുംബം, ഒരു വ്യക്തിയോട് നിനക്ക് കയ്പുണ്ടെങ്കിൽ ഇനിയും അത് ബാക്കി വെക്കാതെ അതിന് ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ ഞാൻ വേഗത്തിൽ നിരപ്പ് പ്രാപിക്കും, പരസ്പരം ഒരു കാരണവശാലും അകന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലപ്പ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് അതിനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് പറ. മുഖത്ത് തുപ്പിയപ്പോഴും, തന്റെ കന്നത്തടിച്ചപ്പോഴും, ക്രൂരമായി പീഡിപ്പിച്ചപ്പോഴും നമ്മെ സ്നേഹിച്ച സ്നേഹം ആ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം. എത്ര പേർക്ക് അതിന് മനസ്സുണ്ട്? മറ്റൊന്നും ഈ പകൽക്കാലം പ്രതീക്ഷിക്കണ്ട. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതും. നിന്റെ പാതയെ അവൻ നേരെയാക്കും. ആമേൻ. നിനക്ക് സന്തോഷത്തിന്റെ ഉറവയെ ദൈവം തുറക്കും. ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും മാനസാന്തരത്തിലേക്ക് വരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുള്ളത്, കുഞ്ഞെ എൻ്റെ ആടിനെ മേയ്ക്ക്. അല്ല, ഒരു ഉത്തരവാദിത്വം സ്വർഗം നിശ്ചയിച്ചത് നിന്റെ മേൽ തരും, നിന്നെ മുമ്പോട്ട് നടത്തും. പത്രോസ് സകലതും തകർന്നവനായി, എല്ലാം തകർന്നവനായി, ഞാൻ തകർന്നു, ഞാൻ നശിച്ചു, എനിക്ക് കിട്ടിയതുപോലെ ഒരു ഭാഗ്യം മറ്റൊരുത്തനും ഉണ്ടായില്ല, പക്ഷെ ഞാൻ എല്ലാം തകർച്ചു കളഞ്ഞു, ഞാൻ പിന്മാറിപ്പോയി, എൻ്റെ യേശുവിനെ വിട്ട് ഞാൻ ഏറെ ദൂരം പോയി, ഇനി എനിക്കൊന്നും ആകാൻ പറ്റത്തില്ല, എൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറത്തില്ല, എനിക്ക് കൃപ കിട്ടത്തില്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല, എനിക്കിനി ഹല്ലേലൂയ മനുഷ്യനെ പിടിക്കുന്നവനാകാൻ പറ്റത്തില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എനിക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ പഴയ മീൻപിടുത്തത്തിലേക്ക് പോകുന്നു. സ്വയത്തിൽ ഒതുങ്ങി മാറി നിന്ന പത്രോസിന്റെ അടുക്കൽ യേശു ഒന്ന് ചോദിച്ചു, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യം വീണ്ടും ഇതിനകത്ത് മുഴങ്ങുമ്പോൾ നിന്റെ അടുക്കൽ വന്ന് നിന്റെ അവസ്ഥ അറിഞ്ഞ്, നീ ആയിരിക്കുന്ന പിന്മാറ്റത്തെ, നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ, നിന്റെ സ്വഭാവത്തെ എല്ലാം അറിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുന്നു, സ്നേഹിക്കാൻ പറ്റൂ? സ്നേഹിക്കുന്നു എങ്കിൽ ആമേൻ, സ്തോത്രം. അത് പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് തന്ന ആലോചനയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. പ്രിയരെ, യേശു കർത്താവ് നമ്മെ ആഴമായി ജീവൻ തന്നു സ്നേഹിച്ചിട്ടാണ് ഇന്ന് പകൽക്കാലം നമ്മോട് ചോദിക്കുന്നത്, സ്നേഹിക്കാൻ പറ്റുമോ? തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സുള്ളവർക്ക് ഈ സമയം തീരുമാനമെടുക്കാം. ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒന്ന് സ്വയശോധനയിലേക്ക് ചെന്ന് ആരോടെങ്കിലുമൊക്കെ കയ്പ്, ആമേൻ, വിട്ടുമാറാത്ത പക, മാനസികമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത അനുഭവങ്ങൾ, ഒരിക്കലും എനിക്കിനി സംസാരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ഞാനിനി നിരപ്പിലേക്ക് വരത്തില്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകളുണ്ടെങ്കിൽ ദൈവസഭയ്ക്കകത്ത് പാടില്ല, ദൈവമക്കൾക്കത് നല്ലതല്ല. നമുക്കൊന്നുകൂടെ കർത്താവിനോട് പറയാം, യേശുവേ എന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ച് സമർപ്പിച്ച്, എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ലജ്ജയില്ലാതെ പ്രാർത്ഥിച്ച്. മക്കളെ, നിങ്ങൾ ഹല്ലേലൂയ വ്യവസ്ഥ വെച്ചാണോ സ്നേഹിക്കുന്നത്? നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമാണോ സ്നേഹിക്കുന്നത്? നിങ്ങളെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളോട് എന്തെങ്കിലും ആമേൻ കയ്പായത് പറഞ്ഞാൽ, കോപിച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഭാര്യമാർ, ഭർത്താക്കന്മാർ, അപ്പനമ്മ എല്ലാവരും ശോധന ചെയ്തേ. എൻ്റെ അടിസ്ഥാനം, എന്നെ ആമേൻ ദൈവം ഹല്ലേലൂയ വിളിച്ചതിനനുസരിച്ച് എനിക്കങ്ങനെ പറ്റുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെയൊക്കെ എനിക്ക് പറ്റുന്നുണ്ടോ? ഒന്ന് ശോധന ചെയ്തേ. അങ്ങനെ ശോധന ചെയ്തിട്ട് സമർപ്പിക്കാൻ പറ്റുന്നവർ സമർപ്പിച്ചേ. ഞാൻ മറ്റൊന്നും വ്യക്തിപരമായി ആരോടും പറയുന്നില്ല. എല്ലാ സഹോദരന്മാർ, ഇതൊരു സുവർണ അവസരം. ഞാൻ പറയുന്നത് നിന്നെ തള്ളിക്കളഞ്ഞവനല്ല, നിന്നെ ഉപേക്ഷിച്ചവനല്ല, നിന്നെ അറിയാവുന്ന കർത്താവ്. നീ എത്രമാത്രം സ്നേഹിക്കാൻ കൊതിക്കുന്നു, നീ എത്രമാത്രം ആമേൻ ഹല്ലേലൂയ പ്രയോജനപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടാണ് നിന്നെ വിളിച്ചത്. പക്ഷെ പത്രോസിനെ പോലെ നീ പിരാഗിയിട്ടുണ്ടാകും, നീ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും, നിന്റെ ജീവിതത്തിന്റെ സമ്മർദ്ദത്തിൽ നീ ദൈവത്തോട് പെറുപെറുത്തിട്ടുണ്ടാകാം, നീ പിന്മാറിയിട്ടുണ്ടാകാം, ഇതൊന്നും ഇനി നടക്കത്തില്ലെന്ന ചിന്ത നിന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടാകാം, ഇനി ഒന്നും സാധ്യമാകത്തില്ലെന്ന് പറഞ്ഞ് നീ പിന്തിരിഞ്ഞു പോയാൽ നിന്നോട് പറഞ്ഞത് കർത്താവാണ്. പത്രോസിനോട് പറയും, നീ തന്നെ മനുഷ്യനെ പിടിക്കും, നീ തന്നെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിക്കും, നീ തന്നെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കും. ഈ സഭയിൽ ഇരിക്കുന്നവരോട് പറയുന്നു, നീ ആ നന്മ കാണും, നിന്റെ വാഗ്ദത്തങ്ങൾ നിനക്ക് ദൈവം നിറവേറ്റി തരണം, നിന്നെ കർത്താവിന് ഉപയോഗിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു അങ്ങനെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ സമർപ്പിക്കുന്നവർ എല്ലാവരും നിങ്ങളുടെ ഇരു കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമേൻ ചില മിനിറ്റുകൾ നാം അങ്ങനെ ഹൃദയം തുറന്ന് യേശുവിനോട് സംസാരിക്കാൻ പോകുക, പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ഹല്ലേലൂയ ആ രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട്, സ്നേഹമായ ദൈവമേ നീ എന്നിൽ വളരണം, ഞാൻ കുറയണം. ആമേൻ ഹല്ലേലൂയ. ക്രൂശിൽ നിന്നൊഴുകുന്ന ആ സ്നേഹം എന്നിൽ നിറയണം. കാൽവരിയിൽ കാണുന്ന ആ ത്യാഗമുള്ള ക്രിസ്തുവിന്റെ സ്നേഹം
ആമേൻ. പുത്രനെ തകർത്തു കളയാൻ തോന്നിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ അകത്ത് വരണം. ചേർന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമർപ്പണത്തോടെ ഓരോരുത്തരും വ്യക്തിപരമായ യേശുവിനോട് പറഞ്ഞേ, താങ്ക് യു ജീസസ്.